ഇന്ന് നമുക്കൊരു സർവൈവൽ ത്രില്ലർ സ്റ്റോറി കേൾക്കാം. സ്റ്റോറിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ എയർ പോക്കറ്റിൽ വീണ ശേഷം വിമാനം വീണ്ടും ഉയർന്ന് പഴയ നിലയിലെത്തി. താഴെ തിരമാലകൾ പോലെ വെൺമേഘശകലങ്ങൾ കടൽ പോലെ പരന്നു കിടക്കുന്നു. ഈ മേഘപാളികൾക്ക് മുകളിൽ കൂടി പറക്കുവാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അന്തരീക്ഷത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധങ്ങൾ അറ്റുപോയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഉള്ളിടത്തോളം എണ്ണ ഉപയോഗിച്ച് ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് ഇറങ്ങിയാൽ ഭാഗ്യമായി. പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് 8:45 പുറപ്പെട്ടതാണ് DC-8F അലിറ്റാലിയ എന്ന വിമാനം. അതിൽ ഡിറ്റക്റ്റീവ് മാർക്സിനും എലിസബത്തും മറ്റ് 7 പേരും ഉണ്ടായിരുന്നു. ഒരു കോൺഫറൻസിന് ശേഷം ബ്രസീലിലേക്ക് പറക്കുകയായിരുന്നു അവർ. എന്നാൽ ഇടയിലുണ്ടായ ചില തകരാറുകൾ മൂലം കൺട്രോൾ റൂമിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വേർപെട്ടു. ആകാശം മേഘാവൃതമായതുകൊണ്ട് ദിക്കുപോലും അവർക്ക് അറിഞ്ഞുകൂടാതെയായി. വയർലെസ് യന്ത്രങ്ങളും തകരാറിലായി. ആവശ്യത്തിനുള്ള ഇന്ധനമുള്ളതുകൊണ്ട് ഏതെങ്കിലും സുരക്ഷിത സ്ഥാനം കണ്ടുപിടിക്കുന്നതുവരെ പറക്കുവാൻ തീർച്ചയാക്കി. വിമാനം ട്രാഫിക് കോപ്പ് കൻസർ കടന്ന് 45 ഡിഗ്രി തെക്കു പടിഞ്ഞാറായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻ ഫ്രാൻസിസ് ബെർഗ്മാനായിരുന്നു വിമാനം പറത്തിക്കൊണ്ടിരുന്നത്. ഒരു മെക്കാനിക്ക് കൂടിയായ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും വയർലെസ് യന്ത്രങ്ങൾ ശരിയായ രൂപത്തിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ധനമുണ്ടോ? മാർക്സിൻ കോക്പിറ്റിൽ ചെന്ന് ചോദിച്ചു. അത് സാരമില്ല, ഭൂമിയെ 2 തവണ വലയം വയ്ക്കാനുള്ള ഇന്ധനം സ്റ്റോക്കുണ്ട്. ലിസ്ബണിൽ നിന്നും ഇന്ധനം എടുത്തതായിരുന്നു അദ്ദേഹം പറഞ്ഞു. മറ്റു യാത്രക്കാർക്ക് യാതൊന്നും മനസ്സിലായിരുന്നില്ല. താഴെ പടർന്നു കിടക്കുന്ന മേഘപാളികൾക്ക് കനം കൂടി വരികയായിരുന്നു. അറ്റ്ലാന്റിക് കഴിഞ്ഞു കാണുമോ? മാർക്സിൻ ചോദിച്ചു. ഇല്ല, എൻ്റെ അഭിപ്രായത്തിൽ ബ്രസീലിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൂട്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായാൽ വീണ്ടും നാം കുഴങ്ങും. മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ മേഘപാളികൾ വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അവ പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്തിൽ ഒഴുകി നടക്കുകയാണ്. ചെന്നു ചേരുന്നവ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം വിടാതെ ഒട്ടിപ്പിടിച്ചു നിൽക്കും. എലിസബത്തിന് കാര്യം മനസ്സിലായെങ്കിലും അവൾ ഒരു സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് കൈവശം വെച്ച് അതിലെ താളുകൾ മറച്ചുകൊണ്ടിരുന്നു. അതിൽ കാണപ്പെട്ട ഒരു ലേഖനം അവൾക്ക് ഇഷ്ടപ്പെട്ടു. തെക്കേ അമേരിക്കയുടെ മധ്യഭാഗത്ത് ഒരു കാലത്ത് സംസ്കാര സമ്പന്നരായ ഒരു കൂട്ടം ജനങ്ങൾ അധിവസിച്ചിരുന്നു. ഇൻഡിക്ക എന്ന പേരുള്ള അവർ അവിടെ കൊട്ടാരങ്ങൾ പണിയുകയും ജലസേചന സംവിധാനങ്ങൾ പ്രായോഗത്തിൽ വരുത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം വരെ അവരവിടെ ആധിപത്യം ചെലുത്തിയിരുന്നു. പിന്നീട് എങ്ങനെയോ അവർ അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇന്ന് അവരുടേതായ യാതൊന്നും അവശേഷിച്ചിട്ടില്ല. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവരെക്കുറിച്ച് പിന്നീട് യാതൊരു അറിവും ലഭിച്ചില്ല. ഈ അവസരത്തിൽ വിമാനം ആമസോൺ വനങ്ങൾക്ക് മുകളിൽ കൂടി പറക്കുകയായിരുന്നു. അപ്പോഴും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നതെന്ന് അവർക്കൊരു പിടുത്തവുമില്ലായിരുന്നു. നാം എങ്ങോട്ടാണ്? ഇതിനിടെ വാച്ചിൽ നോക്കിയ ഒരു യാത്രക്കാരൻ അടുത്ത സീറ്റിലിരുന്ന സ്ത്രീയോട് ചോദിച്ചു. അന്തരീക്ഷം മോശമാണ്, അതുകൊണ്ട് ഇറങ്ങുവാനുള്ള സ്ഥാനം കണ്ടുപിടിക്കുകയാണ്, അവർ ശാന്തമായി പറഞ്ഞു. ഇതുപോലെ മേഘപാളികൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മറ്റൊരു ഗ്രഹത്തിൽ എത്തിയതുപോലെ തോന്നുന്നു, അല്ലേ? അതെ, ചിലപ്പോൾ ഏതോ ആകർഷണ വലയത്തിൽപ്പെട്ട് നാം മറ്റേതെങ്കിലും ഗ്രഹത്തിൽ എത്തിക്കാണുമായിരിക്കും. അവർ കണ്ണട എടുത്ത് തുടച്ചുകൊണ്ട് ചിരിച്ചു. യഥാർത്ഥത്തിൽ ആ കാഴ്ച കണ്ടാൽ ആദ്യത്തെ ഒരു വിമാനസഞ്ചാരി സംശയിക്കത്തക്ക വിധത്തിലായിരുന്നു അന്തരീക്ഷം. ആമസോൺ നദിയിൽ നിന്നും നീരാവി അപ്പോഴും ഉയർന്നുകൊണ്ടിരുന്നു. അതും അന്തരീക്ഷത്തിലെ മേഘങ്ങൾക്ക് ശക്തി കൂട്ടി. എനിക്ക് തോന്നുന്ന ഈ സ്ഥലം വടക്കൻ ധ്രുവമാണെന്ന് ശാസ്ത്രജ്ഞനായ ഗ്രിഗറി പറഞ്ഞു. ഇല്ല, അവിടെ എത്തുവാനുള്ള സമയമായിട്ടില്ല, ഭൂമിശാസ്ത്രത്തിൽ പ്രാഗൽഭ്യമുള്ള റിച്ചാർഡ് പറഞ്ഞു. വിമാനം ബ്രസീലിന് മുകളിൽ പറന്നുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് തങ്ങൾ പറക്കുന്ന സ്ഥാനം അപ്പോഴും നിശ്ചയമുണ്ടായിരുന്നില്ല. ഫ്രാൻസിസ് താഴേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു കാറ്റിൽപ്പെട്ട് മേഘപാളികൾ ഒന്ന് ഉടഞ്ഞു നീങ്ങിയാൽ തങ്ങളുടെ സ്ഥാനം കണ്ടുപിടിക്കാമെന്ന് ഫ്രാൻസിസ് വിചാരിച്ചു. വിമാനം അപ്പോഴും ഒരു ദിശയിൽ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. പിന്നോട്ട് നോക്കിയപ്പോൾ മേഘങ്ങൾ വിമാനം പറക്കുന്ന നിരപ്പിൽ നിന്നും ഉയർന്നു വരുന്നതായി തോന്നി. അതുകൊണ്ട് പിന്നോട്ട് പോകുകയെന്ന ആഗ്രഹം നശിച്ചു. മുന്നോട്ട് തന്നെ പോകാം. പക്ഷെ ഒരു സംശയം. എന്താണ്? മാർക്സിൻ ചോദിച്ചു. ആൻഡീസ് പർവ്വതം നമ്മുടെ മുന്നിലുണ്ട്, അത് അപകടകാരിയാണ്. ഒരു കാര്യം ചെയ്യൂ, അല്പം കൂടി ഉയരത്തിൽ പറക്കട്ടെ. അങ്ങനെ വന്നാൽ അപ്പുറമെത്താം. അവിടെ മേഘപാളികൾ കാണാൻ വഴിയില്ല. വേണ്ടി വന്നാൽ വാൻപറാസോയിൽ ഇറങ്ങുവാൻ കഴിയും, മാർക്സിൻ അഭിപ്രായപ്പെട്ടു. ആ അഭിപ്രായത്തോട് റിച്ചാർഡ് അനുകൂലിച്ചു. മാർക്സിൻ കോക്പിറ്റിൽ നിന്നും എലിസബത്തിന്റെ അടുത്തെത്തി. എന്താണ്, ഇതുവരെ ഇറങ്ങുവാനുള്ള വഴി കണ്ടെത്തിയില്ലേ? അവൾ ചോദിച്ചു. അവളോട് കാര്യം തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിലും വിവരങ്ങൾ എലിസബത്ത് മനസ്സിലാക്കിയിരുന്നു. കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. കൺട്രോൾ ബന്ധങ്ങളെല്ലാം തന്നെ വേർപെട്ടിരിക്കുന്നു. ഇപ്പോൾ വിമാനം എവിടെയാണെന്ന് പോലും അറിയില്ല. പിന്നെ എൻ്റെ ഊഹം നമ്മളിപ്പോൾ ആൻഡീസ് പർവ്വതമേഖലയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്.
പർവ്വതം കടന്നു കഴിഞ്ഞാൽ നാം അപ്പുറമെത്തും. അത് അറ്റക്കാമ മരുഭൂമി പ്രദേശമാണ്. അവിടെ എത്തിയാൽ ദിക്കറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മരുഭൂമിയുടെ മുകളിൽ മേഘപാളികൾ ഉണ്ടാകാൻ സാധ്യതയില്ല, മാർക്സിം പറഞ്ഞു. ശരിയാണ്, ഇനിയുള്ള മാർഗം അത് മാത്രമാണ്, എലിസബത്ത് സമ്മതിച്ചു. വിമാനം 5000 അടി ഉയരത്തിൽ പറക്കുകയാണ്. 6000 മീറ്റർ ഉയരത്തിൽ പറക്കണം, എലിസബത്ത് പറഞ്ഞു. അതെ, ഇപ്പോൾ നാം അർജന്റീനയുടെ മുകളിൽ കൂടിയായിരിക്കും പറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻഡീസ് പർവ്വതം ഉടൻ തന്നെ തരണം ചെയ്യും. മാർക്സിം കോക്പിറ്റിലേക്ക് പാഞ്ഞു. 6000 മീറ്ററെങ്കിലും ഉയരണം, അല്ലെങ്കിൽ അതിലധികം, അദ്ദേഹം ഫ്രാൻസിസിനോട് പറഞ്ഞു. ഫ്രാൻസിസ് ഉയരം വർദ്ധിപ്പിച്ചു. വിമാനം 45 ഡിഗ്രി ഉയരത്തിലേക്ക് പറന്നു. അതെ, അത് ശരിയാണ്, നാം ആൻഡീസ് പർവ്വതം ഉടൻ തന്നെ കടക്കും, ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയായിരുന്നു. വിമാനം ആൻഡീസ് പർവ്വതം കുറുകെ കടക്കുകയായിരുന്നു. 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മേഘപാളികൾ ഉരുണ്ടുകൂടി കിടന്നു. അവ ചെറിയ പഞ്ഞിക്കെട്ടുകൾ പോലെ അകന്നു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ മേഘപാളികൾ കുറഞ്ഞു വന്നു. നാം ആൻഡീസ് കടന്നു കഴിഞ്ഞു, മാർക്സിം പറഞ്ഞു. വിമാനം ആൻഡീസ് പർവ്വതത്തിന്റെ പടിഞ്ഞാറേ ചെരിവിലായി തെക്കു വടക്കായി നീണ്ടുകിടക്കുന്ന അറ്റക്കാമ മരുഭൂമിയുടെ മുകളിൽ അവർ എത്തി. ഫ്രാൻസിസ് മീറ്ററിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. എന്താണ്? മാർക്സിം ചോദിച്ചു. ഫ്യൂവൽ തീർന്നിരിക്കുന്നു. മീറ്ററിന് എന്തോ സംഭവിച്ചിരുന്നു, അതാണ് അറിയാതിരുന്നത്. ഞാൻ വിചാരിച്ചു ഫ്യൂവൽ ഉണ്ടാകുമെന്നായിരുന്നു. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. അദ്ദേഹം താഴേക്ക് നോക്കി. വിശാലമായ അറ്റക്കാമ ഊഷ്ണ മരുഭൂമി അവർക്ക് താഴെ പരന്നു കിടക്കുന്നു. ജ്വലിച്ചിരുന്ന സൂര്യന്റെ പ്രകാശത്തിൽ മണൽ തരികൾ വഴുത്തു കിടന്നിരുന്നു. നാം എന്താണ് ചെയ്യുക? മാർക്സിം ചോദിച്ചു. ക്രാഷ് ലാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിരപ്പായൊരു സ്ഥലം കിട്ടിയാൽ ഭാഗ്യമായി. അടുത്ത നിമിഷം വിമാനത്തിന്റെ വലതുവശത്തെ ചിറകിൽ നിന്നും പുകയുയർന്നു. കറുത്ത പുക ഉരുണ്ടുരുണ്ട് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരുന്നു. അതിനു പിന്നിൽ രക്തനിറത്തിലുള്ള ജ്വാലകളും പുറപ്പെട്ടു. ഇനി ആകെയുള്ള മാർഗം ക്രാഷ് ലാൻഡിംഗ് മാത്രമേ ഉള്ളൂ. താഴെ ഒരു മണൽ കൂമ്പാരം അകലെയായി കാണപ്പെട്ടു. ഫ്രാൻസിസ് ആ മണൽ കൂമ്പാരത്തിൽ പ്ലെയിൻ കുത്തിയിറക്കുവാൻ തീരുമാനിച്ചു. ഏതാണ്ട് 200 അടിയോളം ആ മണൽ കൂമ്പാരത്തിന് ഉയരം വന്നേക്കുമെന്ന് അവർ കണക്ക് കൂട്ടി. വിമാനത്തിന്റെ തല കുനിച്ചു. ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്, അറിയിപ്പ് തെളിഞ്ഞു. വിമാനം താഴേക്ക് ഊർന്നിറങ്ങി. 2 മിനിറ്റ്. ഒരു ഭീകര ശബ്ദത്തോടെ വിമാനം ആ മണൽ കൂമ്പാരത്തിൽ താണിറങ്ങി. രക്ഷാവാതിലുകൾ തുറന്ന് ഓരോരുത്തരായി ചാടി. അതൊരു വല്ലാത്ത രംഗമായിരുന്നു. ക്രാഷ് ലാൻഡിങ്ങിൽ ഫ്രാൻസിസ് മരണമടഞ്ഞു. യാത്രക്കാർ 4 പേര് വെന്തു മരിച്ചു. ഡിറ്റക്റ്റീവ് മാർക്സിനും എലിസബത്തും മറ്റു 3 പേരും രക്ഷപ്പെട്ടു. അതിലൊരാൾ 60 വയസ്സ് വരുന്ന ഒരു ചരിത്ര ഗവേഷകനും മറ്റു 2 പേര് കോളേജുകളിലെ പ്രൊഫസർമാരുമായിരുന്നു. വിമാനം പൊട്ടിച്ചിതറി. അഗ്നിനാളങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. കത്തിയെരിഞ്ഞ മണൽ അന്തരീക്ഷത്തിൽ ചിതറിയിരുന്നു. എയർ ബാഗ് മാത്രം അവർക്ക് ലഭിച്ചു. അതുമായി വിമാനം കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഓടി. അവസാനം കള്ളിമുൾച്ചെടികളും ചെറിയ പാറക്കെട്ടുകളുമുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഒരു പാറക്കെട്ട് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇവിടം കഴിഞ്ഞുകൂടാം, മാർക്സിം അഭിപ്രായപ്പെട്ടു. ഉരുകിക്കൊണ്ടിരിക്കുന്ന ചൂടിൽ അതൊരു അഭയസ്ഥാനമായി അവർ കരുതി. സൂര്യൻ പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. സന്ധ്യയായി കഴിഞ്ഞാൽ ഘോരമായ തണുപ്പായിരിക്കും. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരു തീകുണ്ഡമുണ്ടാക്കണം. ഭക്ഷണത്തിന് എന്താണ് വഴി? മാർക്ക് ചിന്തിച്ചു. ഇതിനു മുമ്പ് അതേ മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം താമസിച്ചിരുന്നു. അന്ന് പാറക്കെട്ടുകളിൽ ചാടി നടക്കുന്ന മാനിന്റെ ആകൃതിയിലുള്ള ഒരു ജന്തുവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നിനെ ലഭിച്ചു കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞുകൂടാൻ കഴിയും. കിടക്കയ്ക്ക് വേണ്ടി അവർ കുറെ ഉണക്കപ്പുല്ലുകൾ പറിച്ചെടുക്കാൻ തീരുമാനിച്ചു. സൗത്ത് പസഫിക്കിൽ നിന്നും അടിക്കുന്ന നീരാവി നിറഞ്ഞ കാറ്റ് ആണ്ടിൽ 1 മാസം അവിടെ അടിക്കുമ്പോൾ ആൻഡീസ് പർവ്വതത്തിൽ തട്ടി അത് ജലഗണങ്ങളായി രൂപാന്തരപ്പെടും. ആ മഴയിൽ അവിടെ ഇവിടെയായി പച്ചപ്പുല്ലുകൾ ഉണ്ടാവാൻ തുടങ്ങും. അതോടൊപ്പം കള്ളിമുൾച്ചെടികൾക്ക് 1 വർഷത്തേക്ക് ആഹാരം ലഭിക്കുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ ഈ കള്ളിമുൾച്ചെടികൾ കടിച്ചു തിന്നാൻ വരുന്ന ജന്തുവിനെ കുറിച്ചാണ് മാർക്ക് ചിന്തിച്ചത്. സൂര്യൻ ചുവന്ന നിറം കൈകൊണ്ടു. ഇനി കുറച്ചു സമയത്തിനകം അത് പടിഞ്ഞാറ് ആൻഡീസ് പർവ്വതത്തിന്റെ ശിഖരങ്ങൾക്കുള്ളിൽ മറഞ്ഞു കഴിയും. പ്ലെയിൻ ക്രാഷ് ലാൻഡ് ചെയ്ത് തങ്ങളുടെ ജീവൻ രക്ഷിച്ച ഫ്രാൻസിസിന്റെ കാര്യം അവർക്ക് ഓർമ്മ വന്നു. അദ്ദേഹം ആ പ്ലെയിനിൽ നിന്നും പുറത്തു വന്നതേയില്ല. പ്ലെയിൻ കത്തിയപ്പോൾ ആ മണൽ കൂമ്പാരത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം കത്തിക്കരിഞ്ഞ് ചാമ്പലായി. അങ്ങകലെ ചക്രവാളത്തിൽ അപ്പോഴും പുകയുയരുന്നുണ്ടായിരുന്നു. അവരത് നോക്കിയിരുന്നു. മണി 5 കഴിഞ്ഞു. സൂര്യൻ ആൻഡീസ് പർവ്വതത്തിൽ മറയുവാൻ ഭാവിച്ചു. ഒരു ചുവന്ന തകിട് പോലെ അത് തങ്ങി നിന്നു. അടുത്ത നിമിഷം ആരോ തള്ളിയിട്ട പോലെ സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അരണ്ട വെളിച്ചം മരുഭൂമിയിൽ പരന്നു കിടന്നു. മാർക്ക് എയർ ബാഗ് തുറന്ന് റിവോൾവർ എടുത്തു. എങ്ങോട്ടാണ്? എലിസബത്ത് ചോദിച്ചു. എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കണ്ടേ? അദ്ദേഹം ചോദിച്ചു. വേണം, അവൾ പറഞ്ഞു. നമുക്ക് ആ പാറക്കെട്ടിൽ പോയിരിക്കാം, അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ചൂട് അല്പാൽപമായി കുറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തണുപ്പിനും കട്ടി കൂടി വന്നു. പകൽ അവസാനിച്ചു. കുറച്ചു കഴിയുമ്പോൾ കനത്ത തണുപ്പുണ്ടാകും. മരം കോച്ചുന്ന ആ തണുപ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒന്നുകിൽ കമ്പിളി വസ്ത്രങ്ങൾ വേണം, അല്ലെങ്കിൽ തീകുണ്ഡമുണ്ടാകണം. അതിന് കുറെ വിറക് ആവശ്യമാണ്. മരുഭൂമിയിൽ വളരുന്ന ഒരുതരം പടർന്ന മുൾച്ചെടികളുണ്ട്. കുടകൾ നിവർത്തി വച്ചതുപോലെ നിൽക്കുന്ന അതിന്റെ ചില്ലകളിൽ
തീ വീണാൽ ഉടൻ കത്തുവാൻ തുടങ്ങും. ഒന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പടരാൻ തുടങ്ങും. ചരിത്ര ഗവേഷകരും പ്രൊഫസർമാരും കൂടി വിറക് ശേഖരിക്കുവാൻ തയ്യാറായി. മാർക്കും എലിസബത്തും മാനിനെ തേടി പുറപ്പെട്ടു. ഗണ്ണുണ്ടായിരുന്നെങ്കിൽ ഉപകാരമായനെ, മാർക്ക് പറഞ്ഞു. അതെ, അതെല്ലാം കത്തി നശിച്ചു പോയില്ലേ, എലിസബത്ത് പറഞ്ഞു. അവർ പാറക്കെട്ടിനെ ലക്ഷ്യമാക്കി നടന്നു. ഷൂസുകൾ മണലിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. സന്ധ്യ മരുഭൂമിയിൽ പരന്നു കഴിഞ്ഞു. ആ പാറക്കെട്ടിൽ അയാൾ പതിയിരുന്നു. മണി 8 കഴിഞ്ഞു. അതാ എന്തോ അവിടെ അനങ്ങുന്നു, എലിസബത്ത് പറഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് വരാം, നീ ഇവിടെ ഇരുന്നു കൊള്ളുക. മാർക്ക് മുമ്പോട്ട് നടന്നു. എലിസബത്ത് ആ പാറക്കെട്ടിലിരുന്നു. മാർക്ക് നടന്നു പോകുന്നത് അവൾ നോക്കിയിരുന്നു. അദ്ദേഹം ലക്ഷ്യം നോക്കിയ ജന്തു അവിടെ നിന്നും മുന്നോട്ടോടി. അദ്ദേഹം അതിനെ പിന്തുടർന്നു. പാറക്കെട്ടിൽ ചാടി ആ ജന്തു മുന്നോട്ട് പോയി. സാമാന്യം ഒരു ചെറിയ ആടിന്റെ വലിപ്പമുണ്ട് അതിന്. ആ ജന്തുവിനെ കിട്ടിയില്ലെങ്കിൽ അന്ന് ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വരുമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിച്ചത്. മാർക്ക് മുന്നോട്ട് പോയി. പാറക്കെട്ടുകളിൽ നിന്ന് അത് മണൽപ്പുറത്തേക്ക് കടന്നു. അത് തിരമാലകൾ പോലെ പരന്നു കിടക്കുന്ന മണലിൽ ചാടി മുന്നോട്ട് അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടേയിരുന്നു. മാർക്ക് അതിനെ പിന്തുടർന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോൾ അത് തളർന്നു വീണ പോലെയായി. ആ മാനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് അതിനെ ഒരു എതിരാളി ഓടിക്കുന്നത്. അതുകൊണ്ട് ആദ്യമുണ്ടായ അനുഭവത്തിൽ അത് തളർന്നുപോയി. മാർക്ക് അതിന്റെ അടുത്തെത്തി. ഒരു ബുള്ളറ്റ് അതിനു വേണ്ടി ചെലവാക്കേണ്ടി വന്നില്ല. അതിന്റെ പിൻകാലിൽ തൂക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം പിന്തിരിഞ്ഞു നടന്നു. എലിസബത്ത് മാർക്ക് പോയ വഴിക്ക് നോക്കിയിരുന്നു. ഇരുട്ട് ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ആരോ തന്റെ നേർക്ക് നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കാറ്റ് ചൂളം വിളിച്ചുകൊണ്ടിരുന്നു. പാറക്കെട്ടുകളുടെ ദ്വാരങ്ങളിൽ കൂടി കാറ്റ് കടന്നു വന്നപ്പോൾ ചൂളം വിളിക്കുന്ന ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മണൽത്തരികളിൽ കാറ്റടിക്കുമ്പോൾ ഒന്നുരുണ്ട അവ്യക്തമായൊരു സംഗീതം പുറപ്പെട്ടുകൊണ്ടിരുന്നു. ആകപ്പാടെ വിരസമായൊരു ശബ്ദകോലാഹലം അവിടെ രൂപമെടുത്തു. ഒരു നിഴൽ അവളുടെ ശരീരത്തിൽ പതിയുന്നത് പോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. തന്റെ പിന്നിൽ കറുത്തൊരു രൂപം. അസാമാന്യ ഉയരവും കൈകാലുകളിൽ രോമങ്ങളും വളർന്നൊരു ജീവി. അത്തരത്തിൽ ഒന്നിനെപ്പറ്റി അവൾ വായിച്ചറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഹിമമനുഷ്യനെ പോലിരിക്കുന്നു, എലിസബത്ത് ചിന്തിച്ചു. അടുത്ത നിമിഷം ആ ജന്തു എലിസബത്തിനെ കോരിയെടുത്തുകൊണ്ട് അതിവേഗത്തിൽ പാഞ്ഞുപോയി. മാർക്ക് മാനിനെയും കൊണ്ട് പാറക്കെട്ടിലെത്തി. എലിസബത്ത്, എലിസബത്ത്, അദ്ദേഹം വിളിച്ചു. പക്ഷേ അതിന് മറുപടി ഉണ്ടായില്ല. അപരിചിതമായ ആ സ്ഥലത്ത് അവൾ എവിടെ പോയി? അദ്ദേഹത്തിന് ഒരു രൂപവും കിട്ടിയില്ല. വീണ്ടും മാർക്ക് അവളെ വിളിച്ചു. ആ ശബ്ദം പാറക്കെട്ടുകളിൽ പ്രതിധ്വനിച്ചു. എലിസബത്ത് എവിടെ പോയി? വിജനമായ സ്ഥലത്ത് അദ്ദേഹം അവളെ അന്വേഷിച്ചു നടന്നു. ഒടുവിൽ അവൾ രക്ഷാസങ്കേതത്തിൽ കാണുമെന്ന് അദ്ദേഹം വിചാരിച്ചു. മാനിനെയും തൂക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് നടന്നു. വഴിയിൽ അവളെ അദ്ദേഹം തിരഞ്ഞു. പക്ഷേ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മണൽത്തരികൾ ചവിട്ടി അദ്ദേഹം നടന്നു. അവർ താമസിക്കാൻ തെരഞ്ഞെടുത്തിരുന്ന ഷെൽട്ടറിന്റെ മുമ്പിൽ തീ ആളിക്കത്തിക്കൊണ്ടിരുന്നു. അതിനു ചുറ്റും കൂടിയിരുന്നവരെ മഞ്ഞ നിറത്തിൽ അദ്ദേഹം കണ്ടു. ആ കൂട്ടത്തിൽ എലിസബത്തിനെ കാണാൻ കഴിഞ്ഞില്ല. മാർക്ക് ആകെ വിഷമത്തിലായി. എലിസബത്ത് എവിടെ പോയി? അതൊരു ചോദ്യചിഹ്നമായി നിലകൊണ്ടു. മാർക്സിനെ കാത്ത് അവർ ഇരിക്കുകയായിരുന്നു. വിശപ്പ് അവരെ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. മാനിനെ അദ്ദേഹം അഗ്നികുണ്ഡത്തിന്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു. എലിസബത്ത് എവിടെ? അദ്ദേഹം ചോദിച്ചു. ഇവിടെ വന്നില്ലല്ലോ, പ്രൊഫസർ പറഞ്ഞു. എന്ത്? ആ സമയം മരുഭൂമിയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന്റെ ശബ്ദം പാറക്കെട്ടുകളുടെ വിള്ളലുകൾ കൂടി കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം നിമിഷ നേരത്തേക്ക് ശൂന്യതയിൽ ലയിച്ചു ചേർന്നു. ഒന്നും സംസാരിക്കുവാനാവാതെ നിന്നുപോയി. വിജനമായ മരുഭൂമിയിൽ എലിസബത്ത് അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹത്തിനറിയാം. ആൾതാമസമില്ല. കൂടാതെ മരുഭൂമിയിൽ ചെറിയ ജീവികൾ, വലിയ ജന്തുക്കളെയില്ല. പിന്നെയുള്ളത് കഴുതപ്പുലികളാണ്. അതിനെ നേരിടുവാൻ അവളുടെ കയ്യിൽ റിവോൾവർ ഉണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചത്? എലിസബത്ത് ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. അവൾ അത്ര മന്ദബുദ്ധിയല്ല. ആ മരുഭൂമിയിൽ അവൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയില്ല. അതിഭയങ്കരമായ തണുപ്പിൽ സാധാരണഗതിയിൽ നടക്കുവാൻ സാധ്യമല്ലെന്നത് തീർച്ചയാണ്. അവൾ എവിടെ പോയി? മാർക്ക് വിവശനായി. ആ മരുഭൂമിയിൽ വെച്ച് നടന്ന വിമാന അപകടത്തിൽ രക്ഷപ്പെട്ടത് തന്നെ വളരെ ഭാഗ്യമായി. എന്നാൽ അതിനേക്കാൾ അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എലിസബത്ത് എവിടെ പോയി? വീണ്ടും മാർക്ക് ചോദിച്ചു. ഇവിടെ വന്നില്ലല്ലോ, നിങ്ങൾ ഒന്നിച്ചു പോയതല്ലേ? അതെ, പക്ഷെ അവളെ കാണുന്നില്ല. ഈ വിജനമായ പ്രദേശത്ത് ആര് വരാനാണ്? എന്ത് ചെയ്യണമെന്നറിയാതെ മാർക്ക് അവിടെ നിന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എലിസബത്തിനെ അന്വേഷിച്ചിട്ട് വരാം. അദ്ദേഹം റിവോൾവർ എടുത്ത് പോക്കറ്റിൽ നിക്ഷേപിച്ചു. അവർ മാനിനെ പാകപ്പെടുത്തുവാൻ തുനിഞ്ഞപ്പോൾ മാർക്ക് അവരാദ്യം ഇരുന്ന പാറക്കെട്ടിന്റെ നേർക്ക് നടന്നു. ആ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അദ്ദേഹം ആ മണൽത്തരികളിൽ മറ്റേതെങ്കിലും കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടേയിരുന്നു. പാറക്കെട്ടിന്റെ അടുത്തെത്തിയപ്പോൾ മണൽ കുഴിഞ്ഞ് അകലേക്ക് പോകുന്ന 2 കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടു. പരിശോധിച്ചപ്പോൾ അത് എലിസബത്തിന്റെ കാൽപ്പാടുകളല്ലെന്ന് മനസ്സിലായി. അതിനു പകരമായി അസാമാന്യ വലിപ്പമുള്ളതും പരന്നതുമായ കാൽപ്പാടുകളാണ് പതിഞ്ഞിരിക്കുന്നത്. അവ മരുഭൂമിയിൽ കൂടി വടക്കോട്ട് പോകുന്നതായിട്ടാണ് കാണപ്പെട്ടത്. എലിസബത്തിനെ കാണാത്തതുകൊണ്ട് ആ കാൽപ്പാടുകളെ പിന്തുടരുവാൻ അദ്ദേഹം തീരുമാനിച്ചു. കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അത് വലതുവശത്തേക്ക് തിരിഞ്ഞു. അവിടെ നിന്ന് മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു ഭാഗം ആരംഭിക്കുകയായിരുന്നു. ക്രമേണ ആ മുൾച്ചെടികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അത് പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന കൂണുകൾ പോലെ കാണപ്പെട്ടു.
അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ജാതി പനകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവ കൂട്ടം കൂട്ടമായി അടുക്കും ചിട്ടയുമില്ലാതെ വളർന്നിരിക്കുന്നു. ആ ഭാഗത്ത് നിഴൽ വീണ് കിടന്നിരുന്നു. മാർക്ക് കുറെ കൂടി മുന്നോട്ട് പോയി. കാൽപ്പാടുകൾ അപ്പോഴും അവ്യക്തമായി കാണാമായിരുന്നു. ഏതാണ്ട് 3-4 കിലോമീറ്ററോളം അദ്ദേഹം നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ അല്പം ദൂരെയായി ഇടിഞ്ഞു പൊളിഞ്ഞൊരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇരുട്ടുകൊണ്ട് കെട്ടിയതുപോലെ കണ്ടു. കുറെ കൂടി അടുത്തപ്പോൾ അത് നശിച്ചുപോയ ഏതോ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് മനസ്സിലായി. അതിനുള്ളിൽ കയറണമോ വേണ്ടയോ എന്ന് ശങ്കിച്ച് അദ്ദേഹം നിന്നു. എലിസബത്തിനെ കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് അതിനുള്ളിൽ കയറുവാൻ തന്നെ അദ്ദേഹം തീർച്ചയാക്കി. ഒരു ഭാഗത്ത് വാതിൽ പോലെ തോന്നിക്കുന്ന ഒരു മാർഗമുണ്ടായിരുന്നു. അവിടെ സാമാന്യം വലിപ്പമുള്ള കല്ലുകൾ അടർന്നു വീണ് കിടന്നിരുന്നു. അതിന്റെ ഉള്ളിൽ കൂടി അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചു. 4 ചുറ്റും മതിൽക്കെട്ടുകൾ ഉയർന്നു നിൽക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞൊരു കൊട്ടാരവും ഉണ്ടായിരുന്നു. അതിന്റെ അകത്താണെങ്കിലോ ഇരുട്ട് നിറഞ്ഞിരുന്നു. ആ ഇരുട്ടിന്റെ ഉള്ളിൽ എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയുമില്ലായിരുന്നു. തനിക്കെന്തെങ്കിലും അപകടം അതിനുള്ളിൽ വെച്ച് സംഭവിച്ചാൽ ആരും അറിയുവാൻ പോകുന്നില്ല. മാത്രമല്ല, ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് അധികം സമയമായിട്ടില്ല. ആ നിലയ്ക്ക് തന്നെ കാണാതായാൽ തന്നെ കൂടെയുള്ളവർ അധികം പരിഭ്രമിക്കുവാൻ യാതൊരു വഴിയുമില്ല. അവർ മനഃപൂർവ്വം അത് മറന്നു കളയുകയുള്ളൂ. അവർ അന്വേഷിക്കാൻ നിൽക്കില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ പരിഭ്രാന്തിക്കിടയിൽ അവരിപ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടാൽ തന്നെ അവരൊരിക്കലും അന്വേഷിക്കുകയില്ലെന്ന് നിശ്ചയമാണ്. തിരിച്ചു പോകണോ അതോ എലിസബത്തിനെ അന്വേഷിക്കണമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു നിന്നു. രക്ഷപ്പെട്ട ആൾ വീണ്ടും അപകടത്തിലായിരിക്കുകയാണ്. അവളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ അവിടെ നിന്ന് പോകുന്നതിൽ അർത്ഥമില്ല. ടോർച്ചെടുക്കാത്ത വിവരം അപ്പോഴാണ് ഓർമ്മയിലെത്തിയത്. കൊട്ടാരം പോലെ തോന്നിക്കുന്ന ആ കൂറ്റൻ കെട്ടിടത്തിനുള്ളിൽ കൂരിരുട്ട് നിറഞ്ഞിരുന്നു. അതിനുള്ളിൽ കയറുവാൻ തന്നെ ഒടുവിൽ തീരുമാനിച്ചു. ആദ്യം കണ്ട വാതിൽ കൂടി അദ്ദേഹം അകത്ത് കടന്നു. ഇരുളടഞ്ഞ ഗുഹാമാർഗം പോലെ തോന്നിക്കുന്ന അതിന്റെ ഉള്ളിൽ കാലെടുത്തു വെച്ചപ്പോൾ തന്റെ പാദധ്വനി അവിടെ മാറ്റുലി കൊണ്ടു. അദ്ദേഹം അറിയാതെ ഞെട്ടിപ്പോയി. വീണ്ടും കാൽ മുന്നോട്ട് വയ്ക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഒടുവിൽ മുന്നോട്ട് പോകുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അടുത്ത നിമിഷം അകത്തു നിന്നും അതിഭയങ്കരമായൊരു ശബ്ദം അദ്ദേഹം കേട്ടു. അത് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പല മടങ്ങായി മാറ്റുലി കൊണ്ടു. എന്താണതെന്ന് അദ്ദേഹത്തിന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. വീണ്ടും അടുത്ത കാൽച്ചുവട് കൂടി വെച്ചു. അപ്പോഴും അതേ ശബ്ദം ആവർത്തിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. തന്റെ ബൂട്ടുകൾ ഏതോ ലോഹത്തിലാണ് പതിയുന്നതെന്നും അതിന്റെ ശബ്ദം ഇടനാഴികൾക്കുള്ളിൽ തട്ടി പ്രതിഫലിക്കുന്നതാണെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. യഥാർത്ഥ വിവരം മനസ്സിലായപ്പോൾ അദ്ദേഹം മുന്നോട്ട് നടന്നു. അപ്പോൾ ആ ശബ്ദം 1000 മടങ്ങായി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഏതാണ്ട് കുറെ ദൂരം അകത്തേക്ക് കടന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പോൾ അകത്തു നിന്നും വികൃതമായൊരു ശബ്ദം അദ്ദേഹം കേട്ടു. അത് കേട്ടപ്പോൾ തന്റെ സിരകളിൽ കൂടി ഒഴുകുന്ന രക്തം നിമിഷ നേരത്തേക്ക് ഉറച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. ആ ശബ്ദത്തിന്റെ അലകൾ അപ്പോഴും അതിന്റെ ഉള്ളിൽ മാറ്റുലി കൊണ്ടു. മാർക്ക് ആ കോട്ടയുടെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവിടെ കേട്ട വികൃതമായ ശബ്ദം എന്താണെന്ന് അറിയുവാനുള്ള ജിജ്ഞാസ അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ മനുഷ്യരുടെ ചലനങ്ങളൊന്നും അദ്ദേഹത്തിന് അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തായിരിക്കും അത്? മാർക്ക് ആ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ വെളിയിൽ വന്നു നിന്നു. അവിടെ നിന്നും പോകണമോ വേണ്ടയോ എന്ന് ചിന്തിച്ച് അദ്ദേഹം സംശയിച്ചു. ആ സമയം തറയിൽ കുറേ നിഴലുകൾ അടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആ നിഴലുകൾ നിശ്ചലമായി. തലയുയർത്തി നോക്കിയപ്പോൾ ഏതാണ്ട് 12 അടിയോളം ഉയരമുള്ള 6 മനുഷ്യരൂപങ്ങൾ തന്റെ ചുറ്റും നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു. ഒരു നിഴൽ ചുരുങ്ങി. അതോടൊപ്പം ആ രൂപങ്ങളും കുനിഞ്ഞു വന്നു. മാർക്ക് ആ വലയത്തിന്റെ ഉള്ളിൽ നിന്നും വെളിയിൽ വന്നു. അപ്പോൾ 12 കൈകളുടെ നിഴൽ തന്റെ നേർക്ക് നീണ്ടുവരുന്നത് അദ്ദേഹം കണ്ടു. അവിടെ നിൽക്കുന്നത് അത്ര പന്തിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. മാർക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയുടെ വാതിലിലേക്ക് ഓടി. ആ സമയം ശക്തമായൊരു കരം അദ്ദേഹത്തെ കടന്നു പിടിച്ചു. മാർക്സിൻ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ എതിർത്തു. ഒടുവിൽ തന്നെ എതിർത്ത ആ രൂപത്തിന്റെ കാലിൽ അദ്ദേഹത്തിന്റെ കൈ പതിഞ്ഞു. വളരെ വലിയൊരു ഷൂസിലാണ് കൈ പതിച്ചത്. ആ ഷൂസിൽ പിടിച്ച് അദ്ദേഹം വലിച്ചു. ആ ഷൂസ് ഊരി അദ്ദേഹത്തിന്റെ കയ്യിലായി. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ആരൊക്കെയോ ഓടി മറിയുന്നത് കണ്ടു. നിലാവ് ആൻഡീസ് പർവ്വതത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞു. ആ പ്രദേശം മുഴുവനും അന്ധകാരത്തിൽ ആണ്ടു കഴിഞ്ഞു. നിശബ്ദത മാറ്റുലയ്ക്കുന്ന ആ സ്ഥലത്ത് നിന്നും മാർക്ക് പുറത്തു കടന്നു. താൻ കണ്ടതൊക്കെ ഒരു സ്വപ്നമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. വിജനമായ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ അല്പം മുന്നിലായി ഒരു രൂപം നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. ആരാണത്? അദ്ദേഹം ചോദിച്ചു. ചോച്ചു മീൻ മറുപടി കിട്ടി. ഇവിടെ വരൂ. സ്പാനിഷ് ഭാഷയിൽ മാർക്ക് ആ മനുഷ്യനെ വിളിച്ചു. അയാൾ അടുത്തു വന്നു. ആ കാണുന്നത് എന്താണ്? അദ്ദേഹം ആ കോട്ടയിലേക്ക് കൈ ചൂണ്ടി. അതൊരു പഴയ കോട്ടയാണ്. അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നശിച്ചുപോയി. ഇന്ന് ആ സ്ഥലം ശൂന്യമാണ്, അയാൾ പറഞ്ഞു. മാർക്സിൻ അരണ്ട വെളിച്ചത്തിൽ കാണപ്പെട്ട ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ വലതു കൈയിൽ ഒരു കുന്തവും ഇടതു കൈയിൽ ഒരു മാനുമുണ്ടായിരുന്നു. ആ ചെറിയ മാനിന്റെ കഴുത്തിൽ നിന്ന് രക്തം കിനിഞ്ഞിരുന്നു. പാറക്കെട്ടിൽ ചാടി സഞ്ചരിക്കുന്ന ചെറിയ മാനാണ് അയാളുടെ കയ്യിൽ നിർജീവമായി കിടക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലായി. ഇപ്പോൾ അവിടെ ആരുമില്ലേ? അദ്ദേഹം തിരക്കി. ഇല്ല, ഞാൻ പോലും ആരെയും കണ്ടിട്ടില്ല. എൻ്റെ അപ്പനും അപ്പൂപ്പനും കണ്ടിട്ടില്ല. അവരൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് മൺമറഞ്ഞിട്ട് നൂറ്റാണ്ടുകളായി. ഇന്നവിടെ ആരും തന്നെയില്ല, അയാൾ പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? മാർക്ക് ചോദിച്ചു. അതാ ആ കാണുന്ന പാറയുടെ ചെരുവിൽ, അയാൾ കൈ ചൂണ്ടി. ഞാനും വരുന്നു, വരൂ.
ഞങ്ങൾക്ക് സന്തോഷമാണ്. മാർക്ക് അയാളെ അനുഗമിച്ചു. ഒരു കുട കമഴ്ത്തി വെച്ചതുപോലെയുള്ള ഒരു കുടിലിൽ അവരെത്തി. അതിൻ്റെ ഉള്ളിൽ ഒരു മൺപാത്രത്തിൽ നിറച്ചിരിക്കുന്ന മാംസക്കൊഴുപ്പിൽ ഒരു കമ്പിളിച്ചിരടിൽ തീ എരിഞ്ഞുകൊണ്ടേയിരുന്നു. അതൊരു വിളക്ക് പോലെയായിരുന്നു. കാലടി ശബ്ദം കേട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീ എണീറ്റ് വന്നു. കറുത്ത നിറത്തിലുള്ള സ്ത്രീ മാറിൽ വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ല. മാനിനെ കണ്ടപ്പോൾ മന്ദഹസിച്ചു. ഇത് ശരിയാക്കൂ, അയാൾ പറഞ്ഞു. അവൾ ആ മാനിനെ നോക്കി. കൂർത്ത മുനയുള്ള ഒരു അസ്ഥികഷ്ണം കൊണ്ടുവന്ന് ആ മാനിന്റെ തുകൽ വാർന്നെടുത്തു. അതിനുശേഷം വയറ് കീറി കുടൽ വേർപെടുത്തി 2/4 കുറുകെ ചേർത്ത് കെട്ടിയിരുന്ന കമ്പിൽ മാനിന്റെ പൊളിച്ചെടുത്ത മാംസം തലകീഴായി തൂക്കിയിട്ടു. കൊഴുപ്പിൽ മുക്കിയെടുത്ത വിറകുതണ്ടുകൾ ആളിക്കത്തി. അവര് തീയിട്ടത് 2 കറുത്ത പാറക്കല്ലുകൾ ചേർത്ത് ഉരച്ചായിരുന്നു. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു. ഇതിനു മുമ്പ് വായിച്ചു കേട്ടിരുന്നെങ്കിലും അനുഭവത്തിൽ ആദ്യമായിരുന്നു. തീ ആളിപ്പടർന്നു. മാനിന്റെ മാംസം വേകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പകുതി വേവായ ഉടനെ ആ സ്ത്രീ മാനിനെ അഴിച്ചെടുത്ത് ആ മാംസത്തിൽ ചുവന്ന നിറത്തിലുള്ള എന്തോ പുരട്ടി. അസ്ഥി കൊണ്ടുള്ള കത്തി ഉപയോഗിച്ച് വരിഞ്ഞു കീറി മാംസം വീണ്ടും തീയുടെ മുകളിൽ തൂക്കിയിട്ടു. മാംസം വേകുന്നതിന്റെ സുഖകരമായ വാസന മാർക്കിന്റെ നാസോദ്വാരങ്ങളിൽ പ്രവേശിച്ചു. ഈ സമയം കുറെ കാട്ടുകിഴങ്ങുകൾ ആ സ്ത്രീ തീകുണ്ടത്തിനുള്ളിലിട്ടു. മാംസം വെന്തെടുത്തപ്പോൾ കിഴങ്ങുവർഗ്ഗങ്ങളും പാകമായിരുന്നു. പച്ചക്കമ്പിൽ നിന്നും മാനിന്റെ മാംസം അഴിച്ചെടുത്ത് അവർ വെച്ചു. അപ്പോൾ കുടിലിൽ നിന്ന് 2 കുട്ടികൾ പുറത്തേക്ക് വന്നു. ആ മാനിന്റെ മാംസം 3 വലിയ തുണ്ടുകളും 2 ചെറിയ തുണ്ടുകളുമായി അവർ മുറിച്ചു. കിഴങ്ങുകൾ വീതം വച്ചു. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ, അവൾ ചോദിച്ചു. മാർക്ക് സമ്മതിച്ചു. അവൾ ഒരു മുളം കുഴലിൽ അദ്ദേഹത്തിന് കുടിക്കുവാൻ ഒരു പാനീയം കൊണ്ടുവന്നു. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അയാൾ പറഞ്ഞു. ആ പാനീയം അദ്ദേഹം രുചിച്ചു നോക്കി. ലോകത്തിലെ കൂടിയ തരം മദ്യങ്ങൾ ഉപയോഗിച്ച് പരിചയിച്ചിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ച മാർക്കിന് ആ പാനീയം ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഇരിക്കുന്നു, അയാൾ ചോദിച്ചു. കൊള്ളാം, ഇതൊരു ജാതി പഴത്തിന്റെ ചാറാണ്. ഞങ്ങളത് പിഴിഞ്ഞെടുത്ത് പുളിപ്പിച്ചെടുക്കുന്നതാണ്. അയാൾ മുളംകുഴലിലെ പാനീയം കുടിച്ചു. മാനിന്റെ രുചിയുള്ള മാംസം അദ്ദേഹം കഴിച്ചു. സ്റ്റാർ ഹോട്ടലിൽ കഴിച്ചിട്ടുള്ള മാംസത്തേക്കാൾ അപരിഷ്കൃതമായ അവരുടെ ആഹാരം വളരെ നന്നായി അദ്ദേഹത്തിന് തോന്നി. മണി 12 കഴിഞ്ഞു. ഇനി നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഞാൻ ചിലപ്പോൾ താഴ്വരയിൽ പോയിരുന്നിരിക്കും, അയാൾ പറഞ്ഞു. അത് കേട്ടയുടനെ അയാളുടെ ഭാര്യയും കുട്ടികളും കുടിലേക്ക് പോയി. നമുക്ക് കുറേ സമയം ഇവിടെ ഇരുന്ന് സംസാരിക്കാം, അതിനുശേഷം വേട്ടയ്ക്ക് പോകാം, അയാൾ പറഞ്ഞു. മാർക്കിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചുരുട്ടെടുത്ത് അയാൾക്ക് കൊടുത്തു. അയാളത് തിരിച്ചും മറിച്ചു നോക്കി. അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആ ചുരുട്ട് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി മൂട്ടിലൊരു ദ്വാരമിട്ട് തീ കൊളുത്തി തിരികെ കൊടുത്തു. അയാളത് വലിച്ചു നോക്കി. കൊള്ളാം, അയാൾ അഭിപ്രായപ്പെട്ടു. അവ്യക്തമായ സ്പാനിഷ് ഭാഷയിലാണ് അയാൾ സംസാരിച്ചത്, അതും പ്രാകൃതമായ രീതിയിൽ. നിങ്ങൾ ഈ നാട്ടിലെ ആദിമ നിവാസികളാണല്ലേ, മാർക്ക് ചോദിച്ചു. അതെ. അപ്പോൾ ഈ നാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഉവ്, ഞങ്ങൾ ഈ മരുഭൂമിയിലെ ഓരോ മുക്കിലും കോണിലും പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡിക്ക വർഗ്ഗക്കാരെ കുറിച്ച് അറിയോ? ഇൻഡിക്ക വർഗ്ഗക്കാരോ? അതെ. ഒരു കാലത്ത് തെക്കേ അമേരിക്കയിൽ സാംസ്കാരികമായി വളർന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവരെവിടെയാണ് കഴിഞ്ഞുകൂടിയിട്ടുള്ളതെന്ന് അറിയാൻ കഴിയുമോ? അയാൾ അല്പസമയം ചിന്തയിലാണ്ടു. ഞാൻ ചിലപ്പോൾ വേട്ടയ്ക്ക് പോകുന്ന അവസരത്തിൽ നശിച്ചുപോയ ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാറുണ്ട്. അതെന്താണെന്ന് ഞാൻ പോയി നോക്കിയിട്ടില്ല. അവിടെ ആരും തന്നെ താമസമില്ല. ആരും അവിടെ ഇല്ലെന്നാണോ പറയുന്നത്? അതെ. എന്നാൽ ഞാൻ ഇന്നലെ രാത്രി അവിടെ പോയിരുന്നു. എന്ത്? അവിടെ പോയിരുന്നുവെന്നോ? അതെ. എനിക്കൊരു സംശയം, അവിടെ ആരും താമസക്കാരില്ലേ? ഇല്ല, ഞാൻ ആ ഭാഗത്തുകൂടി പോയിട്ടുണ്ട്. ഇതുവരെ ഒരു മൃഗത്തിന്റെ ശബ്ദം പോലും അവിടെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ചൂട്ടെടുത്ത് മാനിന്റെ മാംസം കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാനൊരു കാര്യം പറയാം. അസാധാരണമായ പല ശബ്ദങ്ങളും ഞാൻ അവിടെ നിന്ന് കേൾക്കുകയുണ്ടായി. എന്ത് ശബ്ദങ്ങളോ? അയാൾ ചോദിച്ചു. അതെ, ആ കോട്ടയുടെ ഉള്ളിലെ ഗുഹാമാർഗങ്ങളിൽ കൂടി ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ ഭീകരമായ പല ശബ്ദങ്ങളും ഞാൻ കേട്ടു. അതെന്താണെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. അവിടെ ആരും താമസിക്കുന്നുവെന്നാണ് തോന്നുന്നത്, മാർക്ക് പറഞ്ഞു. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അറിയാതെ വരില്ല. ഓരോ മാസത്തിന്റെ അവസാനത്തിലും ഞങ്ങൾ സമ്മേളിക്കാറുണ്ട് രാത്രിയിൽ. അന്നൊരു ഉത്സവമാണ്. ഓരോരുത്തരും വേട്ടയാടി കൊണ്ടുവരുന്ന മാംസങ്ങൾ ഒന്നിച്ചു പാകം ചെയ്യും. അന്ന് നൃത്തങ്ങളുണ്ടാകും. അവിടെ വെച്ച് മരുഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ ആ പഴയ കെട്ടിടങ്ങളെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അയാൾ മാനിന്റെ മാംസം കടിച്ചു രുചിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അതല്ല, ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു അപകടത്തിൽ കൂടിയാണ്. ഒരു പ്ലെയിൻ അപകടമുണ്ടായി. അതിൽ അവശേഷിച്ച കേവലം 5 പേർ മാത്രം. അതിലെൻ്റെ സുഹൃത്തായി എലിസബത്തും ഞാനും കൂടി വേട്ടയ്ക്ക് പോയി. അവളെ കാണാനില്ല. ഞാനൊരു മാനിനെ പിന്തുടർന്നു പോയി. അതിനെ കൊന്നിട്ട് തിരികെ വരുമ്പോൾ അവളെ കണ്ടില്ല. അസാമാന്യമായ വലിപ്പമുള്ള ഒരു കാൽപ്പാട് ഞാൻ കാണുകയുണ്ടായി. അത് അവസാനിച്ചത് ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയിലായിരുന്നു. പക്ഷേ എലിസബത്തിനെ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. മാർക്ക് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്പം അകലിൽ നിന്ന് ഒരു വെളിച്ചം ആ കുടിലിന് നേർക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. ആരാണത്? പെട്ടെന്ന് മാർക്സിൻ ചോദിച്ചു. അത് മൂപ്പനായിരിക്കും, അയാൾ പറഞ്ഞു.
അല്പം കഴിഞ്ഞപ്പോൾ ആ ദീപം അടുത്തടുത്ത് വന്നു. തലമുടിയും താടിരോമങ്ങളും നരച്ച കറുത്ത നിറത്തിലുള്ള ഒരു വൃദ്ധനായിരുന്നു അത്. നീ ഉറങ്ങിയില്ലേ? വൃദ്ധൻ ചോദിച്ചു. ഇല്ല, ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണ്. ഇന്ന് മരുഭൂമിയിൽ ഒരു തീക്കട്ട വീണു, നീ അതറിഞ്ഞോ? ഇല്ല. എൻ്റെ അറിവിൽ രണ്ടാമതായി പതിക്കുകയാണ്. മാർക്കിന് കാര്യം മനസ്സിലായി. വിമാനം കത്തിയെരിഞ്ഞ് താഴെ വീണ കാര്യം അയാൾ തെറ്റിദ്ധരിച്ചതായിരുന്നു. അത് തീക്കുണ്ടം ആകാശത്തിൽ നിന്ന് വീണതാണെന്ന് അയാൾ ധരിച്ചിരുന്നു. അത് തീക്കുണ്ടമായിരുന്നില്ല, ഒരു വിമാനം കത്തിയെരിഞ്ഞ് താഴെ വീണതാണ്, മാർക്ക് പറഞ്ഞു. അങ്ങനെയാണോ? വൃദ്ധൻ ചോദിച്ചു. അതെ, ഞാൻ അതിൽ വന്നൊരു യാത്രക്കാരനായിരുന്നു. ഞങ്ങൾ 5 പേര് രക്ഷപ്പെട്ടു. എന്നാൽ അതിൽ വന്ന ഒരാളെ ഇവിടെ വന്നതിന് ശേഷം കാണാതെയായി. ഇവിടെ വന്ന ശേഷമോ? വൃദ്ധൻ തിരക്കി. അതെ, ഇവിടെ വന്ന ശേഷം ആരെയാണ് കാണാതാവുക? ഇവിടെ ആകെയുള്ളത് കഴുതപ്പുലികളാണ്. അവ വലിയ മനുഷ്യരെ ആക്രമിക്കാറില്ല. കുട്ടികളെ തക്കത്തിന് കിട്ടിയാൽ തട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടിയാണോ? വൃദ്ധൻ ചോദിച്ചു. അല്ല. എങ്കിൽ പിന്നെ എങ്ങനെ അത് സംഭവിച്ചു? ഞങ്ങളൊന്നിച്ച് വേട്ടയ്ക്ക് വന്നതായിരുന്നു. ഒരു പാറക്കടുത്ത് അവളെ നിർത്തിയ ശേഷം ഞാൻ മാനിനെ വെടിവെക്കാൻ പോയി. മാനിനെ കൊന്ന ശേഷം തിരികെ വന്നപ്പോൾ അവളെ കാണാനില്ല. ഏത് പാറക്കെട്ടാണ്? വൃദ്ധൻ ചോദിച്ചു. അത് ആ കാണുന്ന മണൽക്കൂനയുടെ അപ്പുറത്തെ മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്ന പാറക്കെട്ട്. അവിടെയാണോ? ഇവിടെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാട്ടുമൃഗങ്ങൾ കുറവാണ്. മറ്റൊന്നുകൂടി ഞാൻ കാണുകയുണ്ടായി. ആ ഭാഗത്ത് നിന്ന് അസാമാന്യം വലിപ്പമുള്ള ഒരു കാൽപ്പാട് അകന്നു പോകുന്നത് കാണുകയുണ്ടായി. വലിപ്പമുള്ള കാൽപ്പാടുകളോ? വൃദ്ധൻ ചോദിച്ചു. അതെ. വൃദ്ധൻ അല്പസമയം ആലോചനയിൽ ആണ്ടിരുന്നു. കമ്പിളി നൂൽ കൊണ്ട് നെയ്തെടുത്ത കുപ്പായത്തിന്റെ കീശയിൽ നിന്ന് അയാൾ പച്ച നിറത്തിലുള്ള എന്തോ എടുത്ത് വായിലിട്ട് ചവച്ചു. അതിൽ അല്പമെടുത്ത് മാർക്കിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ്? അദ്ദേഹം ചോദിച്ചു. ചവച്ചു നോക്കൂ, വൃദ്ധൻ പറഞ്ഞു. മാർക്ക് ചവച്ചു. പച്ച കഞ്ചാവിന്റെ രുചിയായിരുന്നു അതിന്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ലഹരി അദ്ദേഹത്തെ ബാധിച്ചു. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? വൃദ്ധൻ തിരക്കി. ഞാൻ പറഞ്ഞത് ആ വലിയ കാൽപ്പാടുകളെ കുറിച്ചായിരുന്നു. അത് ശരി. അത്തരത്തിലുള്ള കാൽപ്പാടുകൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ മരുഭൂമിയിൽ സാധാരണ കാണാറുള്ളതാണ്. അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്കും പിടികിട്ടിയിട്ടില്ല. ആ കാലടയാളം 3 കിലോമീറ്റർ അകലെയുള്ള ഒരു കോട്ടയിലേക്കാണ് നീണ്ടുപോയത്. അവിടെ ചെന്നത് അവസാനിക്കുകയും ചെയ്തു. ആ കോട്ടയിലോ? വൃദ്ധൻ ചിന്തയിലാണ്ടിരുന്നു. ആ കോട്ടയെക്കുറിച്ച് പലതും ഈ നാട്ടിൽ പറയുന്നുണ്ട്. അവിടെ ദുർഭൂതങ്ങൾ അധിവസിക്കുന്നുവെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഭാഗത്ത് പോയ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. താങ്കൾ അവിടെ പോയോ? അല്പസമയത്തിന് ശേഷം വൃദ്ധൻ ചോദിച്ചു. ഞാൻ പോയിരുന്നു. തിരിച്ചു വരികയും ചെയ്തു. മാർക്ക് ചവച്ചുകൊണ്ടിരുന്ന ഇല തുപ്പിക്കളഞ്ഞു. അതൊരു അപകട മേഖലയാണ്. അവിടെ എന്തൊക്കെയാ നടക്കുന്നുവെന്ന് ആർക്കും ഇതുവരെ അറിയില്ല. ഞങ്ങൾ ആരും തന്നെ അങ്ങോട്ടും പോകാറില്ല, വൃദ്ധൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. എൻ്റെ കൂടെ പ്ലെയിനിൽ സഞ്ചരിച്ചൊരു യുവതിയെ കാണാനില്ല. അവൾ അങ്ങോട്ടാണ് പോയതെന്ന് ഞാൻ സംശയിക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സ്ത്രീകളെ കാണാതാവുക ഇവിടെ നിത്യസംഭവങ്ങളാണ്. എങ്കിൽ പിന്നെ ഞാൻ ആ സ്ഥലം വരെ പോവുകയാണ്. മാർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റു. അവിടെ പോകരുത്, ആ വൃദ്ധൻ പറഞ്ഞു. എന്തുകൊണ്ട്? അദ്ദേഹം തിരക്കി. ആ സ്ഥലത്തെക്കുറിച്ച് ചില വിശ്വാസങ്ങളുണ്ട്. വൃദ്ധൻ ഇല വീണ്ടും വായിലേക്കിട്ട് ചവച്ചു. എന്താണ്? മാർക്ക് ചോദിച്ചു. ഇന്ത്യക്ക വർഗക്കാർ ഒരു കാലത്ത് ഈ സ്ഥലം മുഴുവനും അടക്കി ഭരിച്ചവരാണ്. അവർക്കൊരു സംസ്കാരമുണ്ടായിരുന്നു. 1 നൂറ്റാണ്ട് സംസ്കാരവും അറിവും ഈ നാടിനെ വിട്ടുപിരിഞ്ഞു. അവരുടെ ഇടയിൽ അസാമാന്യരായ പലരും ഉണ്ടായിരുന്നു. ആ വംശം നശിച്ചതോടെ എല്ലാവരും മൺമറഞ്ഞതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ ചില അത്ഭുതങ്ങൾ നടക്കാറുണ്ട്, വൃദ്ധൻ പറഞ്ഞു. എന്താണത്? മാർക്സിൻ ചോദിച്ചു. ആ കോട്ടയുടെ പരിസരവും അതിനുള്ളിലും മനുഷ്യരുടെ കാൽപ്പാടുകൾ കാണുകയുണ്ടായി. വളരെ വലുതായ കാൽപ്പാടുകൾ, അസാധാരണമായ കാൽപ്പാടുകൾ. അതെന്താണെന്ന് ഞങ്ങൾക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ചില രാത്രികളിൽ ഞങ്ങളുടെ ആൾക്കാർ വേട്ടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഭീകര രൂപങ്ങളെ കാണാറുണ്ട്. വൃദ്ധൻ വീണ്ടും പച്ചനിറത്തിലുള്ള ഇല വായിലിട്ട് ചവച്ചു. മാർക്ക് വാച്ച് നോക്കി. മണി 12 കഴിഞ്ഞു. ഞാൻ പോകട്ടെ, അദ്ദേഹം എണീറ്റു. ഈ രാത്രിയിൽ ഇവിടെ കഴിഞ്ഞുകൂടിയാൽ പോരെ? വൃദ്ധൻ ചോദിച്ചു. ഇല്ല, ഞാൻ പോകുകയാണ്. മാർക്ക് അവിടുന്ന് എഴുന്നേറ്റു. അദ്ദേഹം ആ കുടിലിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇന്ത്യക്ക വർഗക്കാരുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു. കുടിലിൽ നിന്നിറങ്ങി അല്പദൂരം പോയപ്പോൾ അകലൊരു നിഴൽ നീങ്ങുന്നത് കണ്ടു. അതിനെ ലക്ഷ്യം വെച്ച് മാർക്ക് നടന്നു. 100 മീറ്റർ അകലെ കൂടിയാണ് അത് നീങ്ങിക്കൊണ്ടിരുന്നത്. അതിന്റെ പിന്നാലെ മാർക്ക് നടന്നു. വളരെ സാവധാനത്തിൽ നടന്നുകൊണ്ടിരുന്ന ഭീമാകാരമായ ആ സ്വത്വത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന മാർക്ക് ആ കൊട്ടാരത്തിന്റെ അടുത്തെത്തിയപ്പോൾ അതിനെ കാണാൻ കഴിഞ്ഞില്ല. അത് എവിടെയോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. മാർക്സിൻ ആ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അടുത്ത നിമിഷം തന്റെ ചുറ്റിനുമായി ആരൊക്കെയോ നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആ നിഴലുകൾ മാർക്കിന് മേൽ പതിച്ചു. എന്തിലോ അദ്ദേഹത്തിന് പിടികിട്ടി. ഒരു ഷൂസ്. അതിൽ പിടിച്ച് അദ്ദേഹം വലിച്ചു. ആ ഷൂസ് കയ്യിൽ കിട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പ്രദേശം ശൂന്യമായിരുന്നു. അവിടെയെല്ലാം തിരഞ്ഞിട്ടും ആരെയും കണ്ടെത്താനായില്ല. മാർക്ക് തിരിച്ചു പോന്നു. അദ്ദേഹം ആ രാത്രിയിൽ തന്നെ സങ്കേതത്തിലെത്തി. മാനിറച്ചി പാകം ചെയ്ത് ഭക്ഷിച്ച ശേഷം അവർ തീ കായുകയായിരുന്നു. താങ്കൾ എവിടെ പോയി? അവരിൽ ഒരാൾ ചോദിച്ചു. ഞാൻ എലിസബത്തിനെ തിരക്കിപ്പോയി. എവിടെ? അദ്ദേഹം മൗനമായി നിന്നു.
ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇല്ല. തീകുണ്ടത്തിന് ചുറ്റുമായി അവർ കിടന്നു. മാർക്കിന് ഉറക്കം വന്നില്ല. തണുത്ത കാറ്റ് അടിച്ചുകൊണ്ടിരുന്നതിനാൽ തീകുണ്ടത്തിന്റെ ചൂട് അവർക്ക് ആശ്വാസമേകി. മാർക്ക് എണീറ്റിരുന്നു. എലിസബത്ത് എവിടെ പോയെന്ന് ചിന്തിച്ച് ആ കോട്ട സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് കണ്ണയച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു. സമയം 1:30. നിലാവ് ആ പ്രദേശം മുഴുവനും മഞ്ഞ വെളിച്ചം പോലെ കിടന്നിരുന്നു. മണൽത്തരികൾ കൂട്ടിയുരുമി ആരോ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. തനിച്ചാണെങ്കിൽ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ആരാണെങ്കിലും നടന്നു പോകും. പെട്ടെന്നൊരു ഭീകരമായൊരു ശബ്ദം ചക്രവാളത്തിൽ കേട്ടു. മണൽക്കാറ്റിനുള്ള ആരംഭമാണ്. മാർക്ക് മറ്റുള്ളവരെ വിളിച്ചുണർത്തി. കുപ്പിച്ചില്ലുകൾ വാരിയെറിയുന്നത് പോലെയുള്ള ആ മണൽക്കാറ്റിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയം ഏതെങ്കിലും പാറക്കെട്ടിന്റെ മറവിൽ അഭയം പ്രാപിക്കുകയാണ് എളുപ്പവഴി. കാറ്റ് സാവധാനം അടുത്തുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. ചില നിമിഷങ്ങളിൽ അതൊരു മണൽക്കൂനയെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടുമെന്നുള്ളത് തീർച്ചയാണ്. എന്താണ്? അവർ തിരക്കി. മണൽക്കാറ്റ് അടുത്തു വരാറായി. വേഗം നമുക്ക് ഗുഹയ്ക്കുള്ളിൽ കയറിയിരിക്കാം. മാർക്കിന്റെ അഭിപ്രായപ്രകാരം അവർ ഗുഹയ്ക്കുള്ളിൽ കയറി. കാറ്റ് അടുത്തുകൂടി മണൽത്തരികളെ വഹിച്ചുകൊണ്ട് കടന്നു പോകുന്നത് അവർക്ക് കാണാമായിരുന്നു. കാറ്റ് അവസാനിക്കുന്നത് നോക്കി അവർ ഇരുന്നു. ആരാണ് ആ പോകുന്നത്? അതിൽ ഒരാൾ ചോദിച്ചു. മണൽക്കാറ്റ് അവസാനിച്ചപ്പോൾ അകലേക്കൂടി ഒരു ഭീകരരൂപം നടന്നു പോകുന്നത് അവർ കണ്ടു. സാമാന്യം നല്ല ഉയരവും പഞ്ഞിക്കെട്ട് പോലുള്ള ശരീരവുമുള്ള ഒരു ജീവിയായിരുന്നു അത്. മനുഷ്യനെന്ന് അതിനെ വിശേഷിപ്പിക്കുക അസാധ്യമായിരുന്നു. പെട്ടെന്ന് മാർക്കിനൊരു ആശയം തോന്നി. പാറക്കെട്ടിനടുത്തുള്ള മണൽത്തരികളിൽ കാണപ്പെട്ട ആ കാൽപ്പാടുകൾ, അത് ആ സത്വത്തിന്റെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ താൻ പോയ ആ കോട്ടയ്ക്കുള്ളിലായിരിക്കണം അത് താമസിക്കുന്നത്. തന്നെ എതിർത്തവർ ആരായിരിക്കും? അവർക്ക് ഷൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ രൂപം നടന്ന് ചക്രവാളത്തിലേക്ക് പോകുന്നത് പോലെ തോന്നി. ഗുഹയ്ക്ക് മുന്നിൽ അവർ ഉണ്ടാക്കിയിരുന്ന അഗ്നികുണ്ഡം മണൽ വീണ് അപ്രത്യക്ഷമായിരിക്കുന്നു. ഗുഹയുടെ പ്രവേശന കവാടം മണൽ കൊണ്ട് പകുതി മൂടിയിരിക്കുന്നു. അതൊരു മറയായി തീർന്ന അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം തോന്നി. അടുത്ത ദിവസം രാവിലെ മാർക്കുണർന്ന് വിറകുകമ്പുകൾ ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി. സൂര്യൻ ഉയർന്നു കഴിഞ്ഞാൽ മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര ദുഷ്കരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കഴിയുന്നതും വേഗം കോട്ടയിൽ ചെല്ലണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മാർക്ക് അവരെ വിവരം ധരിപ്പിച്ചു. ഒരാൾ കൂടി അദ്ദേഹത്തോടൊപ്പം പോകാൻ തയ്യാറായി. അയാളൊരു ചരിത്ര ഗവേഷകനായിരുന്നു. പുകയുന്ന മരുഭൂമിയിൽ കൂടി അവർ നടന്നു. അത് ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത്. മാർക്ക് അകലെ ഉയർന്നു നിൽക്കുന്ന കോട്ടയിലേക്ക് കൈ ചൂണ്ടി. ഇൻഡിക്ക വർഗ്ഗക്കാരുടേതാണ്. ആ സംസ്കാരം മണ്ണടിഞ്ഞിട്ട് 1000-ലധികം വർഷങ്ങളായി. അവിടെ ആരാണുള്ളത്? അയാൾ ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ അവിടെ പോയിരുന്നു. ചില ശബ്ദങ്ങൾ ഞാൻ ആ കോട്ടയ്ക്കുള്ളിലെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നും കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ 2-3 പേരെന്നെ നേരിട്ടു. ഞാൻ അവരുമായി ഏറ്റുമുട്ടി. അതിലൊരാളുടെ ഷൂസ് ഞാൻ ഊരിയെടുത്തു. പിന്നീട് അവരെ കണ്ടില്ല. സംസാരിച്ച് അവർ കോട്ടയുടെ അടുത്തെത്തി. അതിനുള്ളിൽ യാതൊരു ശബ്ദവും കേൾക്കുകയുണ്ടായില്ല. മാർക്കും സുഹൃത്തും അല്പസമയം അവിടെ തന്നെ നിന്നു. അതിനുശേഷം ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടവാതിൽ കൂടി അകത്ത് കടന്നു. ആ വാതിൽക്കെട്ടിനപ്പുറത്തേക്ക് അവർ നടന്നു. അവിടെ വെച്ചാണ് അവരെന്നെ എതിർത്തത്. മാർക്ക് അങ്ങോട്ട് നടന്നു. എന്താണ് ഈ കാണുന്നത്? സുഹൃത്ത് ചോദിച്ചു. അവിടെ 3 അസ്ഥികൂടങ്ങൾ കിടന്നിരുന്നു. അതിലൊന്നിൻ കാലിൽ ഒരു ഷൂസ് കിടന്നിരുന്നു. ശിരസിൽ തൊപ്പികളും ഉണ്ടായിരുന്നു. ഈ മനുഷ്യനൊരു കാലിൽ ഷൂസ് കാണുന്നില്ലല്ലോ. മാർക്ക് ചിന്തയിലാണ്ടു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എത്ര ചിന്തിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. വളരെ അത്ഭുതപൂർവമായ ഒരു പ്രതിഭാസമാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്താണ് അവിടെ നടന്നതെന്ന് അറിഞ്ഞുകൂടാ. വളരെ വിചിത്രമായിരിക്കുന്നു. ഇവിടെ ആരും താമസമില്ലാത്തതാണ്. അയാൾ പറഞ്ഞു. ഇതാ ഈ കാണുന്നത് എന്താണ്? മാർക്ക് മണൽത്തരികളിലേക്ക് നോക്കി. വലിപ്പമേറിയ 2 പാദങ്ങൾ ആഴ്ന്നിരിക്കുന്ന അടയാളങ്ങൾ ആ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സാദൃശ്യമായ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് കണ്ടു. നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി നോക്കാം. റിവോൾവർ കയ്യിലെടുത്തുകൊണ്ട് മാർക്ക് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിയുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. മുകളിൽ നിന്ന് വലിയ കല്ല് അടർന്ന് നിലം പതിച്ചു. അതേ തുടർന്ന് ചുവരുകൾ ഇളകി ആടിത്തുടങ്ങി. അതിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അപകടം തീർച്ചയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് മടങ്ങാം, സുഹൃത്തു പറഞ്ഞു. അപ്പോഴും ചുവരുകൾ ഇളകിക്കൊണ്ടിരുന്നു. അവർ പിന്തിരിഞ്ഞു നടന്നു. കോട്ടയ്ക്ക് വെളിയിലെത്തിയപ്പോൾ ഒരു വിമാനത്തിന്റെ ഇരമ്പൽ കേട്ടു. അത് കിഴക്ക് ഭാഗത്ത് നിന്നുമാണ് വരുന്നത്. മാർക്ക് ടൗലെടുത്ത് വീശി. പക്ഷേ ആ വിമാനം പടിഞ്ഞാറേക്ക് പോയി. ആ മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുപരിയായി എലിസബത്തിനെ കണ്ടുപിടിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആദിവാസിയുടെ കുടിൽ അകലെ കണ്ടു. അതിൻ്റെ അകത്ത് തീ പുകയുന്നുണ്ടായിരുന്നു. അയാൾ അവിടെ കാണുമെന്നുള്ളതിന് സൂചനയായിരുന്നു അത്. മാർക്കും സുഹൃത്തും ആ കൂടാരത്തിനുള്ളിലേക്ക് നടന്നു. ചൂട് അധികരിച്ചുകൊണ്ടേയിരുന്നു. മണൽ പഴുക്കുവാൻ തുടങ്ങിയിരുന്നു. അവരുടെ പാദരക്ഷകൾ മണലിൽ താന്നുകൊണ്ടിരിക്കുന്നു. അവർ കൂടാരത്തിന് മുന്നിലെത്തി. വരൂ വരൂ, നിങ്ങൾ അകലെ നിന്നും നടന്നു വരുന്നത് ഞാൻ കാണുകയുണ്ടായി. കയറിയിരിക്കൂ. നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ? അയാൾ സ്വീകരിച്ചു. അവർ അതിനുള്ളിൽ കയറിയിരുന്നു. ഒരു ജാതിപ്പനയില കൊണ്ട് മേഞ്ഞെടുത്ത ഒരു കൂടാരത്തിനുള്ളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പുറത്തെ അതിഭയങ്കരമായ ചൂടിൽ നിന്നും രക്ഷപ്പെട്ടതിൽ അവർക്ക് സന്തോഷം തോന്നി. ഉരുകുന്നത് പോലെയുള്ള മണൽ കാണുവാൻ വളരെ രസം തോന്നി. അയാൾ ഒരു തുകൽ സഞ്ചി എടുത്ത് കൊണ്ടുവന്നു.
അതിൻ്റെ ഉള്ളിൽ 2 മൺപാത്രങ്ങളിലായി ഒരു തരം ദ്രാവകം അയാൾ ഒഴിച്ചു. നല്ല തണുപ്പുള്ളതാണ്. ഇവിടെയുള്ള ഒരു തരം പഴത്തിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. നല്ല രുചിയാണ്. അല്പം ലഹരിയും കാണും. ഞാൻ മാംസം ഒന്ന് വറുത്തു കൊള്ളട്ടെ. അയാൾ പാത്രങ്ങൾ നിറച്ച് അവരുടെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ തനിച്ചാണോ താമസിക്കുന്നത്? മാർക്ക് അയാൾ നൽകിയ മദ്യം രുചിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, എൻ്റെ ഭാര്യ മരിച്ചുപോയി. ഒരു മകനുണ്ടായിരുന്നു. 12 വയസ്സുവരെ വളർത്തിയതാണ്. പാറക്കെട്ടിൻ്റെ വിള്ളലുകളിൽ പതിയിരിക്കുന്ന ഒരു തരം പക്ഷിയുണ്ട്. രാത്രി അവൻ അതിനെ പിടിക്കാൻ പോവുക പതിവാണ്. ഒരു രാത്രി പോയി അവൻ പിന്നീട് വന്നില്ല. ഞാൻ ഈ മരുഭൂമി മുഴുവനും മലഞ്ഞു നടന്നു. അവനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ആളുകൾ അധികമില്ലേ? ഇല്ല, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് ഞങ്ങൾ. അയാൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. മാംസം അതിൻ്റെ നെയ്യ് കൊണ്ട് തന്നെ വേവുകയായിരുന്നു. അത് വെന്ത മണം അവരുടെ നാസ്വാദാരങ്ങളിൽ പ്രവേശിച്ചു. മാനിൻ്റെ ഇറച്ചിയാണല്ലേ? അതെ, ഇന്നലെ രാത്രി ഞാനൊരെണ്ണത്തിനെ പിടിച്ചിരുന്നു. നിങ്ങളുടെ ആഹാരം ഇതൊക്കെയാണോ? അതെ, കിഴങ്ങുകളും പിന്നെ ഈ മാംസവും. മത്സ്യം മരുഭൂമിയിൽ കിട്ടുകയില്ലല്ലോ. പിന്നെ അര ദിവസം നടന്നാൽ ഒരു കുളത്തിൻ്റെ അടുത്തെത്തും. അവിടെ തണലുള്ള പ്രദേശമാണ്. ആ കുളത്തിൽ തിളങ്ങുന്ന ഒരു ജാതി മത്സ്യമുണ്ട്. സാധാരണ ഞങ്ങൾ ആരും അതിനെ പിടിക്കാറില്ല. പിടിച്ചു തീർന്നു കഴിഞ്ഞാൽ മത്സ്യം ഇവിടെ ഇല്ലാതാകുമല്ലോ. അയാൾ വറുത്ത മാംസം മൺചട്ടിയിലിട്ട് അവരുടെ മുന്നിലേക്ക് വെച്ചു. യാതൊരു പരിഷ്കാരവും ഇല്ലാത്തവനാണെങ്കിലും അയാൾ പാകം ചെയ്ത ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു. ആ കാണുന്ന കോട്ടയിൽ ആരെങ്കിലും താമസമുണ്ടോ? ഇല്ലല്ലോ. അവിടെ പണ്ട് ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളിന്ന് അവിടെ പോയിരുന്നു. അവിടെ ഞങ്ങളൊരു കാഴ്ച കണ്ടു. എന്താണത്? 3 മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ. അസ്ഥികൂടങ്ങളോ? അതെ, അതിനൊരു പ്രത്യേകതയുണ്ട്. അതിലൊരു അസ്ഥികൂടത്തിൻ്റെ കാലിൽ ഷൂസ് ഇല്ലായിരുന്നു. അത് ഇന്നലെ രാത്രി ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അവർ ആക്രമിക്കുവാൻ വന്നു. ഞാൻ നേരിട്ടു അവരെ. അങ്ങനെയാണ് ഷൂസ് ഞാൻ അഴിച്ചെടുത്തത്. എന്നാൽ ഇന്ന് പകൽ നോക്കിയപ്പോൾ അവർ അസ്ഥികൂടങ്ങളായി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. നിങ്ങളെവിടെ പോയിരുന്നു അല്ലേ? അതൊരു അപകട സ്ഥലമാണ്. അയാൾ മദ്യം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വൃദ്ധൻ വന്ന് താമസിച്ചു. അയാൾ വന്നത് ഒരു ചെറിയ വിമാനത്തിലാണ്. കുറേ സാധനങ്ങൾ അയാൾ വിമാനത്തിൽ കൊണ്ടുവന്നു. ആ വിമാനം കേടായതുകൊണ്ട് ഇവിടെ ഇറക്കിയതായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വിമാനം മണൽക്കാറ്റിൽ അകപ്പെട്ടു. ആ കാണുന്ന വലിയ മണൽ കൂമ്പാരമില്ലേ, അതിനുള്ളിൽ അകപ്പെട്ടു പോയി. അയാൾ കാണിച്ച മണൽ കൂമ്പാരത്തിലേക്ക് മാർക്ക് നോക്കി. അയാൾ കാണിച്ചത് ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മണൽ കൂമ്പാരമായിരുന്നു. അത് മുഴുവനും മണലാണെന്ന് വിശ്വസിക്കുവാൻ മാർക്കിന് പ്രയാസം തോന്നി. അതിനുള്ളിലാണ് ആ വിമാനം. 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു വിമാനമാണത്. ഒരു രാത്രി കൊണ്ടാണത് അപ്രത്യക്ഷമായത്. അതിനുശേഷം അയാളെ കണ്ടിട്ടില്ലേ? ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. ആ കോട്ടയിലേക്കാണ് അയാൾ കടന്നുപോയത്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് മരിച്ചിരിക്കാം. അയാൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണും. മാർക്കിന് പെട്ടെന്നൊരു ആശയം തോന്നി. പക്ഷെ അത് പുറത്തു പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞാൻ മറ്റൊരു കാഴ്ച കാണുകയുണ്ടായി. മാർക്ക് പറഞ്ഞു. എന്താണത്? ആ കൊട്ടാരത്തിൻ്റെ നേർക്കൊരു ഭീകരരൂപം നടന്നു പോകുന്നത് കണ്ടു. ഒരു മനുഷ്യൻ്റെ ആകൃതിയാണ് അതിനുള്ളതെങ്കിലും കാഴ്ചയിൽ ഒരു പഞ്ഞിക്കെട്ട് പോലെ തടിച്ചിരുന്നു. കറുത്ത രോമാവൃതമായ ഒരു രൂപമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഭൂതങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്നവർ ഒറ്റ രാത്രി കൊണ്ട് മരണപ്പെട്ടുവെന്നാണ് പറയുന്നത്. ആകാശത്തിൽ നിന്ന് എന്തോ ഒന്ന് അവിടേക്ക് വീഴുകയുണ്ടായി. അന്നാണ് ആ കോട്ട തകർന്നത്. അതിനുശേഷം അതിനുള്ളിൽ ആരും താമസിച്ചിട്ടില്ല. ഞങ്ങളാരും അവിടെ പോകാറില്ല. നിങ്ങൾ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? തലമുറകളായി ഞങ്ങൾ പറഞ്ഞു പോരുന്നതാണ്. അയാൾ പറഞ്ഞ ആ സംഭവത്തിൽ നിന്നും മറ്റൊരാശയം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ രൂപമെടുത്തു. അതിൻ്റെ ഉള്ളിൽ ആ മനുഷ്യർ ഇപ്പോഴുമുണ്ട്. ആ വിമാനം നഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾ അതിൽ കഴിയുകയാണ്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ അതിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അയാൾ പുറത്തു വരേണ്ടതായിരുന്നു. അയാൾ വന്നില്ല. പകരം തന്നെ ആക്രമിക്കുവാൻ മറ്റു 3 പേർ വരികയായിരുന്നു. അവരാരായിരിക്കും? പിന്നെ മറ്റൊന്ന്, അതിൻ്റെ ഉള്ളിൽ പല മായാജാലങ്ങളും നടക്കാറുണ്ട്. ചിലപ്പോൾ തൂണുപോലെ പ്രകാശം അതിൻ്റെ ഉള്ളിൽ നിന്നും ആകാശത്തേക്ക് ഉയരാറുണ്ട്. അപ്രകാരം ഉയരുമ്പോൾ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന കഴുകന്മാർ ചിറക് കരിഞ്ഞ് താഴെ വീഴാറുണ്ട്. ഒരിക്കലൊരു വിമാനം തീ പിടിച്ച് തകർന്നു വീഴുകയുണ്ടായി. വല്ലപ്പോഴുമേ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാറുള്ളൂ. നിങ്ങളെന്താണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? ഞങ്ങളുടെ മൂപ്പന്മാർ അങ്ങോട്ട് പോകുന്നതിനെ വിലക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പോകാത്തത്. സൂര്യൻ മുകളിൽ എത്തിക്കഴിഞ്ഞു. നല്ല ചൂടുകാറ്റ് മരുഭൂമിയിൽ വീശാൻ തുടങ്ങി. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നു. അതിന് പകരമായി പടിഞ്ഞാറ് നിന്നും കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും ആ കുടിലിൻ്റെ ഉള്ളിൽ തണുപ്പായിരുന്നു. അവിടെ നിന്നും പുറത്തേക്കിറങ്ങുവാൻ സാധ്യമല്ലായിരുന്നു. ആ ഉരുകുന്ന ചൂടിൽ ഗുഹയിലെത്തുക പ്രയാസമാണ്. അതുകൊണ്ട് സൂര്യൻ താഴുന്നതുവരെ അവിടെ കഴിച്ചുകൂട്ടുവാൻ തീരുമാനിച്ചു. പകൽ സമയം ഞങ്ങൾ ഈ കൂടാരത്തിൽ കഴിച്ചുകൂട്ടുകയാണ് പതിവ്. രാത്രിയാകുമ്പോൾ വേട്ടയ്ക്കിറങ്ങും. അയാൾ പറഞ്ഞു. രാത്രികാലങ്ങളിൽ നിങ്ങൾ അങ്ങനെയൊന്നിനെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നിനെ ഇതുവരെ കണ്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇല്ല. ഇനി മൂപ്പനോട് ചോദിച്ചാൽ അറിയാൻ കഴിഞ്ഞേക്കും. ഇന്ന് മൂപ്പനെ കാണാൻ കഴിയുമോ? വൈകുന്നേരമാകുമ്പോൾ വരും. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കണ്ടുപിടിക്കാം. ആ കാണുന്ന കുന്നിൻ്റെ അടുത്താണ് മൂപ്പനും മകളും താമസിക്കുന്നത്. മൂപ്പനൊരു കൊച്ചുമകളുണ്ട്. ശരി, അങ്ങനെയാകട്ടെ.
മൂപ്പനിൽ നിന്നും നമുക്ക് വിവരങ്ങൾ സമ്പാദിക്കാം. അതുവരെ ഇവിടെ തന്നെ കഴിയാം. അതാണ് നല്ലത്. ഈ ചൂടിൽ നടന്നാൽ നിങ്ങൾ തളർന്നു വീഴുകയുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് മണൽക്കാറ്റുണ്ടാകും. അത് ചുഴലിക്കാറ്റ് പോലെയാണ്. പെട്ടെന്ന് ഉയരും. നിമിഷങ്ങൾക്കകം ഒരു മണൽക്കുന്ന് രൂപപ്പെടും. അതിനുള്ളിൽ രക്ഷപ്പെടുക ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് സൂര്യൻ താഴട്ടെ, അയാൾ അഭിപ്രായപ്പെട്ടു. മദ്യം അവരുടെ മസ്തിഷ്കത്തെ ക്രമേണ തലോടുവാൻ തുടങ്ങി. കൂടാരത്തിനുള്ളിലെ തണുപ്പും ലഹരിയും അവരെ മയക്കത്തിലേക്ക് തള്ളിയിട്ടു. അയാളും ഒരു തുകലിൽ കിടന്നുറങ്ങി. സന്ധ്യ ആകുന്നതിന് മുമ്പേ തന്നെ മാർക്ക് ഉണർന്നു. അദ്ദേഹം അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. മരുഭൂമി മുഴുവനും ചുവന്ന നിറത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു. തണുത്ത കാറ്റ് പസഫിക്കിൽ നിന്നും വീശുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് പോകാം, മാർക്ക് പറഞ്ഞു. അവർ 3 പേരും കൂടി മൂപ്പന്റെ കുടിലേക്ക് നടന്നു. മൂപ്പന്റെ അടുത്ത് പോയ ശേഷം നമുക്ക് ഗുഹയിലേക്ക് പോകാം, അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞു. വിമാനം മൂടപ്പെട്ട് കിടന്നിരുന്ന മണൽ കൂമ്പാരത്തിലേക്ക് അദ്ദേഹം കണ്ണയച്ചു. മൂപ്പൻ കൂടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തലേ ദിവസം കണ്ട മൂപ്പൻ തന്നെ. ആ വൃദ്ധൻ അമ്പും വില്ലും ശരിപ്പെടുത്തുകയായിരുന്നു. അന്നത്തെ വേട്ടയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. മൂപ്പന്റെ കൊച്ചുമകൾ ആഹാരം പാകം ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. നിങ്ങൾ വന്നുവോ? എന്തുണ്ട് വിശേഷം? മൂപ്പൻ അവരെ സ്വീകരിച്ചു. ആ ആദിവാസികൾ സൽക്കാരപ്രിയരാണെന്ന് മാർക്കിന് മനസ്സിലായി. ആ മരുഭൂമിയിൽ അവരെയെങ്കിലും കണ്ടില്ലായിരുന്നുവെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലാകുമായിരുന്നു. വൃദ്ധൻ 3 മൺപാത്രത്തിൽ തുകൽ സഞ്ചിയിൽ നിന്നും മദ്യം പകർന്ന് അവർക്ക് നൽകി. അതിഥി സൽക്കാരപ്രിയരായ അവരെ വേദനിപ്പിക്കരുതെന്ന് കരുതി അവർ അത് കഴിച്ചു. ഞങ്ങളൊരു കാര്യം മൂപ്പനോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. മാർക്ക് സംഭാഷണം ആരംഭിച്ചു. എന്താണ് അറിയേണ്ടത്? വൃദ്ധൻ പഴയതുപോലെ പച്ചക്കഞ്ചാവ് വായിലേക്കിട്ട് ചവച്ചുകൊണ്ട് ചോദിച്ചു. ഇയാൾ ഒരു വിമാനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിലൊരാൾ ഇവിടെ വന്നുവെന്നും അയാൾ ഇടിഞ്ഞു പൊളിഞ്ഞ ആ കോട്ടയിൽ താമസമാക്കിയെന്നുമാണ് ഊഹിക്കുന്നത്. ഇതേക്കുറിച്ച് മൂപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? ശരിയാണ്, ഒരിക്കലൊരു വിമാനം ഇവിടെ വന്നിറങ്ങി. 4 പേർക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു വിമാനമായിരുന്നു അത്. അതിലൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ 1-2 വലിയ പെട്ടികൾ കൊണ്ടുവന്നിരുന്നു. ആരുടെയും സഹായം അയാൾ ആവശ്യപ്പെട്ടില്ല. ആ പെട്ടികൾ അയാൾ തന്നെയാണ് ചുമന്നുകൊണ്ടുപോയത്. പക്ഷേ ഒരു വലിയ മണൽക്കാറ്റിൽ അയാളുടെ വിമാനം ആ വലിയ മൺകൂനയ്ക്കുള്ളിൽ പെട്ടുപോയി. ആ കാണുന്ന മല പോലെയുള്ളത്. 10 വർഷമായി അതങ്ങനെ തന്നെ നിലകൊള്ളുന്നു. അതിൻ്റെ ഉള്ളിൽ ആ വിമാനമുണ്ട്, മൂപ്പൻ പറഞ്ഞു. അയാൾ പിന്നീട് പുറത്തെങ്ങും വരികയുണ്ടായില്ലേ? ഇല്ല. അതിനുശേഷം അയാളെ ആരും തന്നെ കാണുകയുണ്ടായില്ല. മൂപ്പൻ അയാളെ കണ്ടിരുന്നോ? ഉവ്. ഞാൻ രാത്രി പാറക്കെട്ടിൽ മാനിനെ തേടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിമാനത്തിന്റെ ശബ്ദം കേട്ടത്. അത് താഴെ വീണു. അതിന് ചക്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഓടിയില്ല. താഴെ അമർന്നു പോയിരുന്നു. മുകളിൽ കാറ്റാടി പോലെയുള്ള എന്തോ ഉണ്ടായിരുന്നു. സാധാരണ രീതിയിലുള്ള വിമാനമായിരുന്നില്ല അത്. ഓ, ഹെലികോപ്റ്ററാണ്, മാർക്കിൻ പറഞ്ഞു. അങ്ങനെയായിരിക്കും. അയാൾ ജീവിച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ, അയാൾക്ക് ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുക? അറിഞ്ഞുകൂടാ. അതുപോട്ടെ, രാത്രികാലങ്ങളിൽ ഈ പരിസരത്ത് ഭീകരമായ എന്തെങ്കിലും ജീവിയെ കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ല. അതായത് ഒരു മനുഷ്യന്റെ ആകൃതിയിൽ കറുത്തു തടിച്ച ഭീകരമായൊരു സ്വത്വം. അതാ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുന്നത് കണ്ടതാണ്, മാർക്ക് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഭൂതങ്ങൾ അതിൻ്റെ ഉള്ളിൽ കണ്ടേക്കാം. കാരണം അതിൻ്റെ ഉള്ളിൽ താമസിച്ചവർ ഒരു രാത്രി കൊണ്ട് നശിച്ചതാണ്. ആകാശത്തു നിന്ന് എന്തോ ഒരു വസ്തു അതിൻ്റെ മുകളിൽ വന്ന് പതിച്ചു. അങ്ങനെയാണ് നശിച്ചത്. ഞാനത് കേട്ടതാണ്. കുറഞ്ഞത് 1000 വർഷങ്ങൾ കഴിഞ്ഞു കാണും. താങ്കൾ വേട്ടയ്ക്ക് പോകുമ്പോൾ മകൾ തനിയാണോ ഇരിക്കുന്നത്? മാർക്ക് ചോദിച്ചു. അതെ, അവൾ ഉറങ്ങാറില്ല. പിന്നെ അവൾക്ക് നല്ലതുപോലെ അമ്പ് പ്രയോഗിക്കുവാൻ അറിയാം. വിഷം പുരട്ടിയ അമ്പുകൾ ഇവിടെയുണ്ട്. അത് കൊള്ളുന്ന ഏതൊരാളും രക്ഷപ്പെടുകയില്ല. വലിയ ഒട്ടകങ്ങൾ പോലും ഒരമ്പിന് നിലം പതിക്കും. പിന്നെ ആ മാംസം ഞങ്ങൾ ഉപയോഗിക്കാറില്ല. വൃദ്ധന്റെ കൊച്ചുമകൾ സുന്ദരിയായിരുന്നു. അവരുടെ സംസാരം അവൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൾ എന്തോ പറയുവാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അത് മാർക്കിന് മനസ്സിലായി. ഞങ്ങൾ സംസാരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും പറയുവാനുണ്ടോ? മാർക്ക് ആ പെൺകുട്ടിയോട് ചോദിച്ചു. ഉണ്ട്. ഒരാഴ്ച മുമ്പ് ഞാൻ കുടിലിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അകലെ ആരോ നടക്കുന്നതായി തോന്നി. അപ്പൂപ്പൻ ഇവിടെ ഇല്ലായിരുന്നു. ദേ ആ കുഴിയിൽ ഞാൻ വിറക് കത്തിച്ച് തീ കായുകയായിരുന്നു. തീക്കനലുകൾ അണഞ്ഞിരുന്നു. ഞാൻ കുറെ കൂടി വിറകുതുണ്ടുകൾ അതിലേക്ക് വാരിയിട്ടു. അകലെ വെച്ച് കണ്ട ആ രൂപം അടുത്തുകൊണ്ടിരുന്നു. ഞാൻ അമ്പും വില്ലും എടുത്ത് തയ്യാറാക്കി വെച്ചു. ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഞാനത് എഴുതി വീഴ്ത്തുവാൻ ഒരുങ്ങിയിരുന്നു. രക്തമല്ലാത്തൊരു രൂപമായിരുന്നു അത്. പെട്ടെന്ന് തീ ആളിക്കത്തി. ആ രൂപം വന്ന പോലെ പോവുകയും ചെയ്തു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൾ ഒരു പുതിയ അറിവ് കൂടി അവർക്ക് നൽകി. 3 പേരുടെയും സംസാരത്തിൽ നിന്നും കുറെ വിവരങ്ങൾ മാർക്കിന് മനസ്സിലായി. അപ്പോൾ താൻ കണ്ടത് ശരിയാണ്. ഒരു ഭീകരജന്തു നടന്നു പോകുന്നത് താൻ കണ്ടത് സത്യമാണെന്ന് ഒരു തെളിവ് കൂടി ലഭിച്ചിരിക്കുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സൂര്യൻ മറഞ്ഞു കഴിഞ്ഞിരുന്നു. മണൽക്കുന്നുകളും പാറക്കെട്ടുകളും ആ കോട്ടയുടെ അഗ്രവും കറുത്ത നിഴലുകൾ പോലെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു. ഗുഹയിലുള്ളവർക്ക് തങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോൾ ഇല്ലെന്നും അവർ പരിഭ്രമിക്കുമെന്നും കരുതി മാർക്ക് അങ്ങോട്ട് പോകുവാൻ തീരുമാനിച്ചു. അതാ അവിടെയാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, മൂപ്പൻ ചൂണ്ടിക്കാണിച്ചു. അവരാ ഭാഗത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 പേരും ആഹാരം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. തലേ ദിവസം ലഭിച്ച മാനിന്റെ പകുതി മാംസം അന്ന് പകലുള്ള ചൂടിൽ ഉണക്കിയെടുത്തിരുന്നു.
അത് തീയിലിട്ട് ചുടുകയാണ് അവർ. ഒരു മുളങ്കുഴലിൽ കുറെ വെള്ളം അവർ കരുതിയിരുന്നു. വെള്ളം എവിടെ നിന്ന് കിട്ടി? മാർക്സിൻ ചോദിച്ചു. ആ പാറക്കെട്ടിന്റെ അങ്ങേ ചെരുവിൽ ഒരു ചെറിയ ചാലുണ്ട്. ഓരോ തുള്ളിയായി വെള്ളം വരുന്നുണ്ട്. ഞങ്ങളത് ഒരു മുള വെട്ടിയെടുത്ത് അതിൽ സംഭരിച്ചു. അത് രക്ഷയായി, മാർക്ക് പറഞ്ഞു. മണി 9 കഴിഞ്ഞു. തണുപ്പ് വീണ് തുടങ്ങിയിരുന്നു. അന്ന് രാത്രി ആ കോട്ടയ്ക്കുള്ളിൽ പോകണമെന്ന് മാർക്ക് തീരുമാനിച്ചിരുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ കമ്പിളിക്കോട്ടും തൊപ്പിയും ധരിച്ച് അദ്ദേഹം കോട്ടയെ ലക്ഷ്യമാക്കി നടന്നു. ഇത്തവണ ആ സ്വത്വത്തെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കോട്ടയുടെ പുറത്തെത്തിയപ്പോൾ അദ്ദേഹം നിന്നു. അല്പസമയം അവിടെ നിന്ന ശേഷം അദ്ദേഹം സാവധാനം അകത്തേക്ക് നടന്നു. ഷൂസും മണലും തമ്മിൽ ഉരയുന്ന നേരിയ ശബ്ദം പോലും കേൾക്കാതിരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. നേരിയ വെളിച്ചം ആ പ്രദേശത്ത് പതിച്ചിരുന്നു. അത് നക്ഷത്രങ്ങളുടെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ അദ്ദേഹം പരിധി നോക്കി. താൻ രാവിലെ കണ്ട അസ്ഥികൂടങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അതൊരു അത്ഭുതകരമായ സംഭവമായിരുന്നു. അവ എവിടെ പോയി? ആരായിരിക്കും ഇത് നീക്കം ചെയ്തത്? അങ്ങനെ വന്നാൽ അതിനുള്ളിൽ തീർച്ചയായും ആരെങ്കിലും കാണാതിരിക്കില്ല. നിലാവ് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിൽ പതിക്കുവാൻ തുടങ്ങി. മാർക്ക് അതിനുള്ളിലെ വലിയ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചു. വിസ്താരമുള്ള വാതായനത്തിന്റെ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ പെട്ടെന്ന് വികൃതമായ ശബ്ദകോലാഹലങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നും ഉയർന്നു. ആ ശബ്ദങ്ങൾ ആ കെട്ടിടത്തിന്റെ ചുവരുകളിൽ ആയിരം മാറ്റലുകൊണ്ടു. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതേ ശബ്ദം കേൾക്കുകയുണ്ടായി. അതിനുള്ളിൽ ചവിട്ടുമ്പോൾ മാത്രമാണ് ആ ശബ്ദകോലാഹലങ്ങൾ ഉയരുന്നത്. മാർക്ക് പിന്നോട്ട് നടന്ന് ആ വാതിലിന്റെ പുറത്തു കടന്നു. പെട്ടെന്ന് ശബ്ദം നിലച്ചു. അത്ഭുതകരമായിരിക്കുന്നല്ലോ, അദ്ദേഹം ചിന്തിച്ചു. വീണ്ടും അദ്ദേഹം അകത്ത് കടന്നു. അതേ ശബ്ദം അടുത്ത നിമിഷം ഉയർന്നു. വളരെ വലിപ്പമുള്ള ഇടനാഴിയായിരുന്നു അത്. ഇരുവശവും പാറക്കല്ലുകൾ കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ നിർമ്മിച്ച തുരങ്കത്തിൽ കൂടി മാർക്ക് ശബ്ദങ്ങൾ വകവയ്ക്കാതെ മുന്നോട്ട് നടന്നു. കനത്ത കൂരിരുട്ട് നിറഞ്ഞ ആ പാതയിൽ ഏതെങ്കിലും നിമിഷത്തിൽ തെളിയിക്കുവാൻ പാകത്തിന് ഇടത് കൈയിൽ പെൻടോർച്ച് കരുതിയിരുന്നു. വലത് കൈയിൽ റിവോൾവറും കരുതിയിരുന്നു. 50 ചുവട് നടന്നു കാണും. അപ്പോൾ മുന്നിൽ ആരോ നടന്നടക്കുന്ന ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ പതിഞ്ഞു. മാർക്കിന്റെ ഇടതുവിരൽ ടോർച്ചിലമർന്നു. മാർക്സിൻ ഞെട്ടിപ്പോയി. തന്റെ മുമ്പിൽ ഒരു ഭീകര രൂപം നിൽക്കുന്നു. കറുത്ത രോമങ്ങൾ ശരീരമാകമാനം പൊതിഞ്ഞിരിക്കുന്നു. ചുവന്ന നാവ്, തിളങ്ങുന്ന രൂക്ഷതയേറിയ നേത്രങ്ങൾ. ആ രൂപം അടുത്തു വന്നു. മാർക്ക് റിവോൾവറിന്റെ കാഞ്ചിയിൽ വിരലമർത്തി. വെടിപൊട്ടി. ബുള്ളറ്റ് അതിന്റെ മാറിൽ പതിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് വലതു കൈ കൊണ്ട് മാറിൽ തുടയ്ക്കുന്നത് കണ്ടു. വെടിയുണ്ട അതിന്റെ വലതു കൈയിൽ ഇരിക്കുന്നു. മാർക്ക് നോക്കി നിൽക്കേ അത് ആ വെടിയുണ്ട വായിലിട്ട് ചവച്ചു. എന്താണിത്? മാർക്ക് പിന്നോട്ട് വലിഞ്ഞു. അടുത്ത ക്ഷണം അത് മുന്നോട്ട് വന്നു. മാർക്കിനെ കടന്നു പിടിക്കാനൊരുങ്ങി. സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ പിന്നോട്ട് തള്ളി നീക്കിയ ശേഷം അദ്ദേഹം ഇരുൾ നിറഞ്ഞ തുരങ്കത്തിൽ കൂടി പുറത്തേക്ക് ഓടി. ആ ജന്തുവിന് ഓടുവാൻ കഴിഞ്ഞില്ല. മാർക്സിൻ ആ കെട്ടിടത്തിന്റെ വെളിയിൽ വന്നു. അല്പസമയം കൂടി അദ്ദേഹം വാതിലിലേക്ക് നോക്കി നിന്നു. അതാ അത് പുറത്തേക്ക് വരുന്നു. നിലാവെളിച്ചത്തിൽ അതിറങ്ങി. അത് വീണ്ടും സാവധാനം നടന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഇനി ഇവിടെ നിന്നാൽ അപകടം തീർച്ചയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കോട്ടയിൽ നിന്നും പുറത്തു കടന്ന് ഗുഹയുടെ നേർക്ക് നടന്നു. അത് കോട്ടയ്ക്ക് വെളിയിൽ വന്നു. മാർക്ക് അല്പം നടന്ന ശേഷം ഗുഹയിലേക്ക് നടക്കാതെ പാറക്കെട്ടിന് നേർക്ക് നടന്നു. തങ്ങളുടെ താവളം അതിന് മനസ്സിലാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ആ ഭീകരരൂപം കുറെ സമയം അവിടെ തന്നെ നിന്ന ശേഷം പിന്തിരിഞ്ഞു. പാറക്കെട്ടിൽ ചെന്ന് മാർക്ക് അവിടെ ഇരുന്നു. തന്റെ വലതുകൈയിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ടോർച്ച് തെളിയിച്ചു നോക്കി. അത് കുറെ രോമങ്ങളായിരുന്നു. അതിനെ പിടിച്ചു തള്ളിയപ്പോൾ തന്റെ കയ്യിൽ ഉടക്കിയതായിരിക്കും. ആ രോമങ്ങൾ മൂലം അതെന്ത് ജന്തുവാണെന്ന് അറിയുവാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. മണി 11. മാർക്ക് ഗുഹയ്ക്ക് നേരെ നടന്നു. അവിടെ തങ്ങളുടെ കൂടെ രക്ഷപ്പെട്ട ശാസ്ത്രജ്ഞനെ ആ രോമങ്ങൾ കാണിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി. അവിടെ എത്തിയപ്പോൾ അവർ തീ കായുകയായിരുന്നു. നിങ്ങൾ ഉറങ്ങിയില്ലേ? മാർക്ക് ചോദിച്ചു. ഞങ്ങൾ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. എവിടെ പോയി? ഞാൻ കോട്ടയ്ക്കുള്ളിൽ പോയിരുന്നു. തനിച്ചോ? അതെ. അവിടെ എന്തിനാണ് പോയത്? മൂപ്പും പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടതാണല്ലോ, സുഹൃത്ത് ചോദിച്ചു. ശരിയാണ്. പക്ഷെ ആ കോട്ടയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കണം. കൂടാതെ എൻ്റെ സംശയം മുഴുവനും എലിസബത്ത് അതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ്. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റൊന്നുകൂടി ഇന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ കോട്ടയ്ക്കുള്ളിൽ ഒരു ഭീകര സ്വത്വത്തെ കണ്ടു. അതിന് ഞാൻ വെടിവെച്ചു. പക്ഷേ വളരെ ലാഘവത്തോടെ ആ വെടിയുണ്ട മാറിലെ രോമങ്ങൾക്കിടയിൽ നിന്നെടുത്ത് വായിലിട്ട് ചവച്ചു. എന്താണ് ഈ പറയുന്നത്? അവർ ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതെ. പിന്നീട് അതെന്നെ ആക്രമിക്കാൻ മുതിർന്നു. ഞാൻ അതിനെ അതിശക്തിയായി പിടിച്ചു തള്ളി. എന്നിട്ട് ഞാൻ അതിവേഗം പുറത്തു കടന്നു. മനുഷ്യാകൃതിയിലുള്ള ആ ജന്തുവിന് തേറ്റകളുണ്ടായിരുന്നു. കണ്ണുകൾ രൂക്ഷമായിരുന്നു. ഇതാ നോക്കൂ. മാർക്ക് താൻ സൂക്ഷിച്ചിരുന്ന രോമങ്ങൾ പ്രൊഫസറുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി തീകുണ്ടത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലയുടെ പ്രകാശത്തിൽ ആ രോമങ്ങൾ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സംശയം വിടർന്നു. തന്റെ ശിരസിൽ നിന്നും 2 രോമങ്ങൾ പിഴുതെടുത്ത് അതുമായി ആ രോമങ്ങൾ ഒത്തുനോക്കി. ഈ രോമങ്ങൾ തന്നെയാണോ അത്? ഒരു കാര്യം ചെയ്യൂ, താങ്കളുടെ ശിരസിൽ നിന്നും 2 രോമങ്ങൾ ഇങ്ങ് തരൂ, അദ്ദേഹം ആവശ്യപ്പെട്ടു. മാർക്ക് 2 രോമങ്ങൾ പിഴുതു നൽകി. താങ്കൾ കൊണ്ടുവന്ന രോമങ്ങൾ നീളമേറിയതാണ്.
കുറഞ്ഞത് 12 ഇഞ്ച് നീളം വരും. പക്ഷെ ഇത് മനുഷ്യന്റെ രോമങ്ങളാണ്, പ്രൊഫസർ പറഞ്ഞു. എന്ത്? എല്ലാവരും അത്ഭുതത്തോടെ പ്രൊഫസറുടെ കയ്യിലേക്ക് നോക്കി. അതെ, ഒന്നുകൂടി കൃത്യമായി നാളെ രാവിലെ നമുക്കൊരു തീരുമാനത്തിലെത്തുവാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. അവർ ആഴിയുടെ അടുത്തിരിക്കുമ്പോൾ മാർക്ക് മാനിനെ വെടിവെച്ച പാറക്കെട്ടിലേക്ക് നടന്നു. ഇവിടെ വെച്ചാണ് എലിസബത്തിനെ കാണാതായത്, മാർക്ക് പറഞ്ഞു. സുഹൃത്തൊന്നും സംസാരിച്ചില്ല. ആ സ്വത്വം ഇവിടെ വന്നുവെന്നുള്ളത് ശരിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാലടയാളം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അതവളെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിനെ എതിർക്കുവാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. മാർക്ക് അകലേക്ക് നോക്കി പറഞ്ഞു. അത് അവിടെ എന്തോ അനങ്ങുന്നു, സുഹൃത്ത് പറഞ്ഞു. 2 മാനുകൾ പാറയുടെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായലുകൾ പല്ലുപയോഗിച്ച് ചുരണ്ടിയെടുക്കുന്നതാണ് അവർ കണ്ടത്. തലേ ദിവസം പിടിച്ചതിൽ നിന്നും അല്പം കൂടി അവയിൽ ഒരെണ്ണത്തിന് വലിപ്പമുണ്ടായിരുന്നു. മാർക്ക് സിംഗ് സുഹൃത്തിന്റെ തോളിൽ തട്ടിയ ശേഷം പാറയിൽ കൂടി ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങി. 50 അടി അകലത്തിൽ അദ്ദേഹം ലക്ഷ്യം നോക്കി. ഒരെണ്ണത്തിനെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലുതിനെ തന്നെ വെടിവെക്കണമെന്ന് അദ്ദേഹം കരുതി. വെടിപൊട്ടി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശരിയായിരുന്നു. ചെറിയ മാൻ ഓടിപ്പോയി. മാർക്ക് അടുത്ത് ചെന്ന് മാനിനെ തൂക്കിയെടുത്തു. താങ്കളിത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വരൂ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, മാർക്ക് പറഞ്ഞു. ഈ സമയം കോട്ടയുടെ വാതിൽക്കൽ സ്വത്വം പ്രത്യക്ഷപ്പെട്ടു. ആ വെടിയുടെ ശബ്ദം അത് കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അത് സാവധാനം നടക്കാൻ തുടങ്ങി. അല്പം മുമ്പത്തെ വെടിയെക്കുറിച്ച് അത് മനസ്സിലാക്കിയിരുന്നു. വെടിശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് തന്നെ വെടിവെച്ച ആൾ ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തോടെയാണ് അത് നടന്നത്. എന്നാൽ മാർക്ക് അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഭീകരസ്വത്വം പാറക്കെട്ടിന്റെ അടുത്തേക്ക് അടിവെച്ച് നടന്നുകൊണ്ടേയിരുന്നു. വെടിയുയർന്ന ദിക്ക് ഏതാണെന്ന് അതിന് നിശ്ചയമുണ്ടായിരുന്നു. വഴിക്കുള്ള മണൽക്കുന്നുകൾ ചവിട്ടി മുകളിൽ കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്താണത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു കാരണം വഴി തെറ്റാതിരിക്കാനായിരുന്നു. ശബ്ദം കേട്ട നേരെ ദിക്കിനെ ലക്ഷ്യമാക്കി അത് നടന്നു നീങ്ങുകയാണ്. മാർക്ക് ഇരുന്നിരുന്ന പാറക്കെട്ടിന്റെ ഇടതുഭാഗത്ത് 200 മീറ്റർ അകലെയായി ഒരു മണൽ കൂമ്പാരം ഉണ്ടായിരുന്നു. 100 അടിയോളം അതിന് ഉയരം തോന്നും. യാദർശികമായി അദ്ദേഹം അങ്ങോട്ട് നോക്കിയപ്പോൾ ആ മണൽക്കുന്നിന്റെ മുകളിൽ കറുത്തൊരു രൂപം നിൽക്കുന്നത് കണ്ടു. ഒറ്റ നോട്ടത്തിൽ അത് സ്വത്വമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് തന്നെ അന്വേഷിച്ചിറങ്ങിയ ആദ്യത്തെ അനുഭവമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അവിടെ ഇരുന്നാൽ അത് പിടികൂടുമെന്ന് തീർച്ചയാണ്. എന്നാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം കരുതി. പക്ഷേ റിവോൾവർ അതിൻ്റെ മുന്നിൽ പരാജയപ്പെടുമെന്ന് പരീക്ഷിച്ചു കഴിഞ്ഞു. മറ്റൊരു ആയുധവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. അസാമാന്യ ശക്തിയും അതിനുണ്ടെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ആ നിലയ്ക്ക് എതിർത്ത് നിൽക്കുന്നത് അപകടമാണ്. പിന്നെ എന്തു ചെയ്യും? പെട്ടെന്നൊരു യുക്തി അദ്ദേഹത്തിന് തോന്നി. ഒരു തവണ കൂടി തോക്ക് ഉപയോഗിക്കുക, മുകളിലേക്ക് വെടിവെക്കുക. അപ്പോൾ താൻ ഇവിടെയുണ്ടെന്ന് അത് തീർച്ചയാക്കിക്കൊള്ളും. ഈ സന്ദർഭം ഉപയോഗിച്ച് കോട്ടയിൽ കടക്കുക. അപ്പോൾ ഇതിൻ്റെ എതിർപ്പില്ലാതെ കോട്ടയിൽ കടക്കുവാൻ കഴിയും. അദ്ദേഹം മുകളിലേക്ക് നിറയൊഴിച്ചു. അതിനുശേഷം അവിടെ നിന്നും മണലിൽ കൂടി ഇഴഞ്ഞ് തെക്കോട്ട് നീങ്ങി. ആ സ്വത്വം മണൽ കൂമ്പാരത്തിൽ നിന്ന് താഴേക്ക് ഉരുളുന്നത് അദ്ദേഹം കണ്ടു. വെടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഒന്നുകൂടി അതിനുറപ്പായി. മാർക്ക് തെക്കോട്ട് ഇഴഞ്ഞെത്തി മണൽക്കുന്നിൻ്റെ ചരിവിലൂടെ അപ്പുറം കടന്നു. അതിനുശേഷം അതിവേഗത്തിൽ കോട്ടയെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. കോട്ടയുടെ വാതിൽക്കൽ അദ്ദേഹം എത്തി. ഇത്തവണ എതിർപ്പില്ലാതെ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ കയറാമെന്ന് അദ്ദേഹത്തിന് വിശ്വാസം തോന്നി. കോട്ടയിൽ നിന്നും മാർക്ക് സിംഗ് കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് അർദ്ധവൃത്താകാരമായ ഇടനാഴിയിലേക്ക് കാലെടുത്തു വെച്ചു. അടുത്ത നിമിഷം വീണ്ടും ആ ശബ്ദങ്ങൾ, വികൃതവും ദയനീയവുമായ സ്വരങ്ങൾ അദ്ദേഹം കേട്ടു. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് യാതൊരു പിടുത്തവും കിട്ടിയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആ ശബ്ദം വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഒരു പിടിയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. പക്ഷെ ഭീകരസ്വത്വം അതിൻ്റെ ഉള്ളിൽ ഇല്ല എന്ന ബോധ്യമുണ്ടായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ധൈര്യപൂർവ്വം അകത്തേക്ക് കടന്നു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ആ വഴി 2 വശത്തേക്ക് തിരിയുന്നതായി കണ്ടു. അതിലൊന്ന് കല്ലുകൾ വീണ് മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. ആ വഴി ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലായപ്പോൾ വലതുവശത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു. അപ്പോഴും ആ ശബ്ദകോലാഹലങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ആരും ഭയന്ന് വിറയ്ക്കുന്ന ശബ്ദമായിരുന്നു അത്. എലിസബത്ത്, എലിസബത്ത്, മാർക്ക് വിളിച്ചു. ആ ശബ്ദം ചുവരുകളിൽ മാറ്റുലി കൊണ്ടു. പക്ഷെ ആരും തന്നെ മറുപടി പറഞ്ഞില്ല. ആ സമയം ആരൊക്കെയോ തനിക്കരികിലായി നടക്കുന്ന ശബ്ദം കേട്ടു. അനവധി ബൂട്ടുകൾ ഒന്നിച്ചു ചവിട്ടുന്നതിൻ്റെ ശബ്ദമായിരുന്നു അത്. ഇത്രയും പേരെ ഒറ്റയ്ക്ക് നേരിട്ടാൽ താൻ രക്ഷപ്പെടില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് പിന്തിരിയാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. എങ്കിലും കുറേ വിവരമെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ എന്ന് അദ്ദേഹം സമാധാനിച്ചു. മാർക്ക് തിരികെ നടന്നു. പക്ഷെ പുറത്തു വന്നപ്പോൾ തന്നെ ആരും പിന്തുടരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ താൻ ഇതുവരെ കേട്ടതോ? അദ്ദേഹം കോട്ടയുടെ പുറത്തെത്തി. ആരും തൻ്റെ പുറകെയില്ല. അതുകൊണ്ട് വീണ്ടും അതിനുള്ളിൽ ഒരു തവണ കൂടി കടക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കെട്ടിടത്തിന്റെ ഉള്ളിൽ കടന്നപ്പോൾ ഇത്തവണ ശബ്ദങ്ങളൊന്നും പുറപ്പെട്ടില്ല. അതൊരു അത്ഭുതകരമായി തോന്നിയെങ്കിലും ഒരു കെണിയായിരിക്കുമെന്ന് അദ്ദേഹം സംശയിച്ചു. റിവോൾവർ വലതു കൈയിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. പഴയ സ്ഥാനത്ത് അദ്ദേഹം എത്തി. എങ്ങും നിശബ്ദത മുറ്റി നിൽക്കുന്നു. യാതൊരു ചലനങ്ങളുമില്ല. അതുവരെ ഉയർന്നുകൊണ്ടിരുന്ന ആ ശബ്ദകോലാഹലങ്ങളൊക്കെ എവിടെ പോയി? അതൊക്കെ ഒരു സ്വപ്നമായിരുന്നുവോ? അവിടെ ഉയർന്ന ബൂട്ടിന്റെ ശബ്ദമൊക്കെ എവിടെ? മാർക്ക് ആ ഗുഹ പോലെയുള്ള മാർഗത്തിൽ കൂടി മുന്നോട്ട് തന്നെ നടന്നു.
വീണ്ടും വഴി രണ്ടായി പിരിഞ്ഞു. ആ വഴി അടഞ്ഞിരുന്നില്ല. ഇനി മുന്നോട്ട് പോയാൽ വഴി തെറ്റിപ്പോകുമെന്ന് അദ്ദേഹത്തിന് സംശയം ജനിച്ചു. അതുകൊണ്ട് അന്വേഷണം പകലാക്കാമെന്ന് കരുതി അദ്ദേഹം പുറത്തേക്ക് നടന്നു. കോട്ടയ്ക്ക് വെളിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ വന്നപ്പോൾ അകലെ കൂടി ആ കറുത്ത രൂപം അടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. തന്നെ കാണാത്തതുകൊണ്ട് അത് തിരിച്ചു വരികയാണ്. മാർക്ക് കോട്ടയുടെ പുറത്തുനിന്ന് വലതുവശത്തേക്ക് നടന്നു. ആ ഭാഗത്തുകൂടി നടന്നാൽ മണൽക്കുന്നിന്റെ മറവിലെത്താം. വിമാനം മറഞ്ഞിരിക്കുന്ന മണൽക്കുന്നിന്റെ വലതുഭാഗത്ത് അദ്ദേഹം എത്തി. ആ കുന്നിന്റെ ചുവട്ടിലേക്ക് അദ്ദേഹം കണ്ണോടിച്ചു. ഹോ, എന്തോ തിളങ്ങുന്നു. മാർക്ക് അടുത്ത് ചെന്നു. അത് ഹെലികോപ്റ്ററിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം അതിൽ സ്പർശിച്ചു നോക്കി. അത് കണ്ടപ്പോൾ ഒരു പുതിയ ആശയം അദ്ദേഹത്തിന് തോന്നി. എലിസബത്തിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വിമാനം എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. മാർക്ക് നേരെ ഗുഹയിലേക്കാണ് നടന്നത്. താങ്കൾ എവിടെ പോയി? രണ്ടാമത്തെ വെടിശബ്ദം മുഴങ്ങിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു. പക്ഷേ താങ്കളെ കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ കുറേ സമയം അവിടെ കാത്തു നിന്നു. അപ്പോഴാണ് ഞാൻ ഭീകര രൂപത്തെ കണ്ടത്. അതങ്ങോട്ട് നടന്നു വരികയായിരുന്നു. ഞാൻ അവിടെ നിന്നും മാറിക്കളഞ്ഞു. കുറേ സമയം അവിടെ നിന്ന ശേഷം അത് തിരികെ പോയി. ഇപ്പോഴാണ് താങ്കൾ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായത്. അതിനെ നേരിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. മറ്റുള്ളവർ മാനിനെ പൊളിച്ച് അതിൻ്റെ മാംസം തുണ്ടുകളാക്കി തീക്കുണ്ടത്തിലിട്ടിരുന്നു. നാളെ രാവിലെ നമുക്ക് അതിനുള്ളിൽ ഒന്നുകൂടി പോകണം. അതിനകത്ത് ധാരാളം രഹസ്യമാർഗങ്ങളുണ്ട്. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എലിസബത്ത് കാണാതിരിക്കില്ല. ഈ സ്വത്വം മനുഷ്യമാംസം തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ നിശ്ചയിക്കും? താങ്കളെ പിന്തുടർന്നത് എന്തിനാണ്? അയാൾ ചോദിച്ചു. നാളെ നമുക്ക് തീരുമാനിക്കാം. പ്രൊഫസർ ഒരു തുണ്ടുവെന്ത മാംസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഇതെവിടെ നിന്നാണ്? തുകൽ സഞ്ചിയിലെ മദ്യം ചൂണ്ടിക്കൊണ്ട് മാർക്ക് ചോദിച്ചു. അത് താങ്കൾ പോയ ശേഷം മൂപ്പൻ കൊണ്ടുവന്നതാണ്. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയതേയുള്ളൂ. മൂപ്പൻ എന്തൊക്കെ പറഞ്ഞു? ഒരു വിമാനത്തെക്കുറിച്ചും അതിൽ വന്നിറങ്ങിയ ഒരാളെ പറ്റിയും പറഞ്ഞു. അയാൾ ആ കോട്ടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അയാൾ ആരായിരിക്കും? അതാണ് നാം കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയും. അതാ നോക്കൂ, പെട്ടെന്ന് പ്രൊഫസർ പറഞ്ഞു. അവർ കോട്ട നിലകൊള്ളുന്ന ഭാഗത്തേക്ക് നോക്കി. ഒരു കുഴൽ പോലെ പ്രകാശം മുകളിലേക്ക് ഉയരുന്നത് അവർ കണ്ടു. പെട്ടെന്നത് താഴുകയും ചെയ്തു. അയാൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണത്. ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു സാധാരണക്കാരനല്ല, മാർക്ക് പറഞ്ഞു. അങ്ങനെ വരാനാണ് സാധ്യത, പ്രൊഫസർ യോജിച്ചു. അല്പം മദ്യവും മാംസവും കഴിച്ച ശേഷം അവർ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ആ കോട്ടയ്ക്കുള്ളിൽ രാവിലെ പോകുവാൻ പ്ലാൻ ഇട്ടിരുന്നതുകൊണ്ട് മാർക്കും ചരിത്ര ഗവേഷകനും ഉറങ്ങി. അത് രാവിലെ അവർ ഉണരുകയും ചെയ്തു. ചിലപ്പോൾ ആ സത്യം ഉറങ്ങുകയായിരിക്കണം. രാത്രി അത് എന്നെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മയങ്ങുവാനാണ് സാധ്യത. നടക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ നാം വിജയിച്ചു. അവർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കോട്ടയുടെ അടുത്തെത്തി. അവർ നടന്നു. ആ ശബ്ദമൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. കുറെ നേരം നടന്നു കഴിഞ്ഞപ്പോൾ വലതുവശത്തേക്കുള്ള വഴി അടഞ്ഞു കിടക്കുന്നു. കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ വഴി രണ്ടായി വീണ്ടും തിരിയുന്ന സ്ഥലത്തെത്തി. ഇത്തവണ അദ്ദേഹം തലേന്ന് സഞ്ചരിക്കാത്ത വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചത്. അതാ ഒരു വാതിൽ. അഴികളിട്ടൊരു വാതിൽ അവർ കണ്ടു. അഴികളുണ്ടായിരുന്നുവെങ്കിലും അതിനോട് ചേർന്ന് ഒരുതരം പൊങ്ങുപോലെയുള്ള തടി ഉപയോഗിച്ച് അകത്തുള്ള കാഴ്ചകൾ കാണാൻ സാധ്യമല്ലാത്ത വിധം മറച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് വാതിൽ തുറക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. വലിപ്പമുള്ളൊരു താഴുകൊണ്ട് അത് പൂട്ടിയിരുന്നു. ആ താഴിനധികം പൊക്കം തോന്നിച്ചിരുന്നില്ല. മാർക്ക് അത് തുറന്നു. ആ വാതിൽ ഒരുപാട് നാളുകളായി അടഞ്ഞു കിടക്കുകയായിരുന്നെന്ന് മാർക്കിന് തോന്നി. അവർ വാതിൽ തുറന്ന് അകത്ത് കിടന്നു. മുറിക്കുള്ളിൽ നല്ല ഇരുളായിരുന്നു. മാർക്ക് ലൈറ്റ് തെളിയിച്ചു. എന്താണിത്? ഒരു അസ്ഥികൂടം അതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നു. അതിൻ്റെ ഒരു കാലിൽ ഷൂസും ഉണ്ടായിരുന്നു. അസ്ഥിഖണ്ഡങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് അത് കിടന്നത്. കോട്ടയുടെ അകത്ത് വെച്ച് തന്നെ എതിരിട്ടതും അടുത്ത രാവിലെ അസ്ഥികൂടമായി കാണപ്പെട്ടതുമായ ആ രൂപമായിരുന്നു അവിടെ കിടന്നത്. മനസ്സിന് വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. മാർക്ക് ആലോചനയിലാണ്ടു. ആ മുറിയിൽ നിന്നും അവർ പുറത്തു വന്നു. അതിനടുത്തായി അതുപോലെയുള്ള വേറൊരു വാതിൽ അവർ കണ്ടു. അത് മാർക്സിൻ തുറന്നു നോക്കി. അതിനുള്ളിൽ 2 അസ്ഥികൂടങ്ങൾ കിടന്നിരുന്നു. ഇത് ഞാൻ കണ്ടതാണ്. അടുത്ത മുറിയും മാർക്ക് തുറന്നു. ആ മുറിക്കുള്ളിൽ ഒരു വസ്ത്രം മാത്രം കിടന്നിരുന്നു. എന്ത്? മാർക്കിന് അല്പസമയത്തേക്ക് ശ്വാസം പോലും വലിക്കാൻ സാധിച്ചില്ല. അത് എലിസബത്തിന്റെ വസ്ത്രമായിരുന്നു. എന്താണിത്? അപ്പോൾ എലിസബത്ത് ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ വധിക്കപ്പെട്ടിരിക്കും. അവളുടെ ജഡമെങ്കിലും കണ്ടുപിടിച്ച് അടങ്ങുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അവിടെ വഴി അവസാനിച്ചിരുന്നു. ഇനി മുന്നോട്ടു പോകാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള മാർഗങ്ങളെല്ലാം സഞ്ചാരയോഗ്യമല്ല, കൂടെ വന്ന ഗവേഷകൻ പറഞ്ഞു. എലിസബത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം ആ വസ്ത്രം കയ്യിലെടുത്തു. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ കണ്ട കാഴ്ചകളൊക്കെ നമ്മെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് വിചിത്രമായി ഇങ്ങനെയുള്ള രംഗങ്ങളും കാഴ്ചകളും കാണിച്ച് നമ്മെ നിർവീര്യമാക്കുക. സാധാരണക്കാരാണെങ്കിൽ അവരുടെ സമനില വിടുവാൻ മറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറും തട്ടിപ്പായി നാം കരുതണം, മാർക്ക് സ്നേഹിതനോട് പറഞ്ഞു. അവർ പിന്തിരിഞ്ഞു. തലേ ദിവസം പോയ വഴിയിൽ കൂടി അവർ നടന്നു. അവിടെയും മുറികളുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി എന്താ ചെയ്യുക? സുഹൃത്ത് ചോദിച്ചു. ഇതുകൊണ്ടൊന്നും നമ്മുടെ അന്വേഷണം പൂർത്തിയായിട്ടില്ല, മാർക്ക് പറഞ്ഞു.
ആ സ്വത്തും ഇവിടെയെങ്ങും ഉണ്ടോ എന്ന് നോക്കണം, സുഹൃത്ത് പറഞ്ഞു. ഏതാണ്ട് 5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ കെട്ടിടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാമെന്ന് കരുതണ്ട. അതിനുള്ള ഏക വഴി ഇവിടെ എവിടെയെങ്കിലും ആ ജന്തുവിൻ്റെ കാലടയാളങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അതിനു മുമ്പായി നാം മൂപ്പനെ കണ്ട് ചില വിവരങ്ങൾ സമ്പാദിക്കണം, മാർക്ക് പറഞ്ഞു. മണി 9 കഴിഞ്ഞിരുന്നു. സൂര്യൻ ചൂട് പടരുവാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് കഴിവതും വേഗം അവർ മൂപ്പന്റെ കുടിലെത്തുവാൻ ആഗ്രഹിച്ചു. അവരവിടെ എത്തിയപ്പോൾ മൂപ്പൻ ചില പഴങ്ങൾ കലത്തിലിട്ട് വെള്ളത്തിൽ കലക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. നിങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തതേ ഉള്ളൂ, മൂപ്പൻ പറഞ്ഞു. മൂപ്പന്റെ മകൾ ഉണങ്ങിയ മാംസം ചുട്ടെടുക്കുകയായിരുന്നു. അവൾ കുറേ കിഴങ്ങുകൾ ചുട്ട് ഒരു പാത്രത്തിൽ വെച്ചിരുന്നു. അവരെ കണ്ടപ്പോൾ എണീറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിച്ചു. മാർക്കും സുഹൃത്തും ഒരു ഓലയിലിരുന്നു. ഇതെന്താണ്? മാർക്ക് മൂപ്പനോട് ചോദിച്ചു. ഇതൊരു തരം പനയുടെ പഴമാണ്. ഇതിന്റെ ചാറിൽ നിന്നാണ് ഞാൻ ആ പാനീയം ഉണ്ടാക്കുന്നത്. അയാൾ മകളെ സൂക്ഷിച്ചു നോക്കി. അവൾക്ക് കാര്യം മനസ്സിലായി. ഒരു പാത്രത്തിൽ കിഴങ്ങും മറ്റൊരു പാത്രത്തിൽ മാംസവും അവൾ അവരുടെ മുൻപിൽ വെച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നു? മൂപ്പൻ ചോദിച്ചു. ഞങ്ങൾ ആ കോട്ടയിൽ പോയിരുന്നു. അതിനകത്ത് എന്തൊക്കെ കണ്ടു? തന്റെ ജോലി തുടർന്നുകൊണ്ട് മൂപ്പൻ ചോദിച്ചു. 2 മുറികളിലായി 3 പേരുടെ അസ്ഥികൂടങ്ങൾ കാണപ്പെട്ടു. ഒരു മുറിയിൽ ഞങ്ങളുടെ ഇടയിൽ നിന്നും കാണാതായ സ്ത്രീയുടെ വസ്ത്രവും ഉണ്ടായിരുന്നു. എന്ത്? മൂപ്പൻ തന്റെ ജോലി മതിയാക്കി ചോദിച്ചു. അതെ, ഇതാണ് ആ വസ്ത്രം. ഇതൊരു മുറിയിൽ കിടന്നിരുന്നു. അങ്ങനെയാണോ? വൃദ്ധൻ ആലോചനയിലാണ്ടു. കൂടാതെ ഇന്നലെ രാത്രി ഞാൻ ആ ഭീകര സ്വത്വത്തെ കണ്ടു. അതിനെ ഞാൻ വെടിവെച്ചു. പക്ഷെ അത് അതിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കിയില്ല. എനിക്ക് ചില കാര്യങ്ങൾ മൂപ്പനോട് ചോദിക്കാനുണ്ട്. എന്താണ്? മൂപ്പൻ അവർക്ക് കുടിക്കാൻ കൊടുക്കുവാൻ മകളോട് പറഞ്ഞു. അവൾ 2 മൺപാത്രങ്ങളിലായി അവർക്ക് ആ പാനീയം കുടിക്കുവാൻ നൽകി. ഈ നാട്ടിലുള്ള മൃഗങ്ങളെക്കുറിച്ച് മൂപ്പൻ അറിയുമോ? മാർക്ക് ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു. ഒരുതരം മാനുകൾ, അതിൻ്റെ മാംസമാണിത്. പിന്നെ ഉടുമ്പുകൾ, ഒട്ടകപ്പക്ഷികളെ അപൂർവമായി കാണാം. വലിപ്പമേറിയ ജന്തുക്കൾ ഇവിടെ കുറവാണ്. കാരണം ഇവിടെ മൃഗങ്ങൾക്കുള്ള ആഹാരം വളരെ കുറവാണല്ലോ. അതുകൊണ്ട് വലിയ മൃഗങ്ങളില്ല. ഇവിടെ കുരങ്ങുണ്ടോ? ഇല്ല, ഞാൻ അത്തരത്തിലൊന്നിനെ കണ്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചിട്ട് ഫലമില്ലെന്ന് മാർക്കിന് മനസ്സിലായി. മറ്റൊന്ന്, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? അതേക്കുറിച്ച് ഞാൻ എന്താണ് പറയുക? എത്രയോ ദൂരം നിങ്ങൾ നടക്കേണ്ടി വരും. പകൽ നടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പിന്നെ രാത്രി കാലങ്ങളിൽ, അതും മണൽക്കാറ്റുണ്ടെങ്കിൽ യാതൊരു രക്ഷയുമില്ല. പിന്നെ പരീക്ഷിക്കുക തന്നെ. ആ മണൽക്കുന്നിൻ്റെ അടിയിലുള്ള വിമാനം പുറത്തെടുക്കണം. എന്താണ് അതിനൊരു വഴി? ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചിട്ട് യാതൊരു വഴിയും കാണുന്നില്ല. പിന്നെ കാറ്റ് അനുഗ്രഹിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. അതെങ്ങനെ? ഒരു കാറ്റ് ശരിക്കടിച്ചാൽ ആ മണൽക്കുന്ന് അവിടെ നിന്നും മറ്റൊരിടത്താകാനും മതി. അതൊക്കെ എന്ന് നടക്കാനാണ്? അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അകലെയായി ചക്രവാളത്തിൽ ഒരു പ്രകാശം കണ്ടു. ധൂളികൾ ആകാശത്തിൽ ഒഴുകി നടന്നതുകൊണ്ട് അവർക്കത് കാണുവാൻ കഴിഞ്ഞു. അത് തൂണുപോലെ മുകളിലേക്ക് ഉയർന്നു. അല്പസമയം കഴിഞ്ഞ് താഴുകയും ചെയ്തു. അതെന്താണ്? മാർക്ക് ചോദിച്ചു. സാധാരണ അങ്ങനെ കാണുന്നതാണ്. ആ കോട്ടയുടെ ഭാഗത്ത് നിന്നാണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, വൃദ്ധൻ പറഞ്ഞു. അന്ന് രാത്രി ഗുഹാമുഖത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൊഫസറും മാർക്കും രോമത്തെക്കുറിച്ച് സംസാരിച്ചു. മനുഷ്യന്റെ മുടിയുമായി അതിന് സാദൃശ്യം തോന്നിയതിനെക്കുറിച്ച് പ്രൊഫസർ സംസാരിച്ചു. ഞാൻ കണ്ടതൊരു ഭീകര ജന്തുവിനെയാണ്. അതിന് 7 അടിയോളം ഉയരമുണ്ട്. അതുപോലെ വിരിഞ്ഞ മാറ്. വെടിയുണ്ടയേറ്റാൽ അതിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അതൊരു മനുഷ്യനാകാൻ വഴിയുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അതിന് സാധ്യതയില്ല, പ്രൊഫസർ പറഞ്ഞു. പിന്നെ എന്താണത്? അതേക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും രോമം മനുഷ്യൻ്റേതാണ്, പ്രൊഫസർ പറഞ്ഞു. അതെങ്ങനെയാണ് മനുഷ്യൻ്റെ രോമമാകുന്നത്? മാർക്ക് തിരക്കി. ഞാൻ അതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത നാളിൽ US-ൽ നെവേദ ബോംബ് പരീക്ഷണ സ്ഥലത്ത് താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു ജീവി നടക്കുന്നത് ഒരു നിരീക്ഷകൻ കണ്ടതായി പത്രത്തിൽ കാണുകയുണ്ടായി. ആ ജീവിക്ക് ഉദ്ദേശം 7 അടി ഉയരവും ശരീരം മുഴുവനും കറുത്ത രോമങ്ങളും ഉണ്ടെന്നും അത് മനുഷ്യനെ പോലെ നിവർന്ന് നടക്കുന്നതായും അയാൾ കാർ ഓടിച്ചു പോകുന്ന അവസരത്തിൽ കണ്ടു. അതുപോലെ വടക്ക് പടിഞ്ഞാറൻ പസഫിക് പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ജീവിയെക്കുറിച്ച് പരാമർശമുണ്ടായിട്ടുണ്ട്. ഉത്തര കാലിഫോർണിയയിലും ഇവന്റെ കാൽപ്പാടുകൾ കണ്ടതായി അവകാശപ്പെടുന്നു, പ്രൊഫസർ വിശദീകരിച്ചു. അവൻ ഉപദ്രവിക്കുമെന്നതിൽ സംശയമില്ല. അതിനുള്ള കാരണം അതന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരാൾക്കതിനെ നേരിടുവാൻ സാധ്യമല്ല. അത്രമാത്രം കരുത്ത് അതിനുണ്ട്. വെടിയുണ്ട ഏറ്റില്ലെന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ചിലപ്പോൾ അതൊരു സൃഷ്ടിയാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കവചങ്ങൾ അതിനുണ്ടോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഒരു ആൾമാറാട്ടമാകുമോ? അങ്ങനെ വരാൻ നിവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ വെടിയുണ്ട ആഹാര സാധനമാണെന്ന് കരുതി ചവച്ചരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിയാണ്, പ്രൊഫസർ ചിന്തയിലാണ്ടു. അന്ന് രാത്രി തീ കാഞ്ഞതിന് ശേഷം അവർ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. മണി 12 കഴിഞ്ഞിരുന്നു. പകലുള്ള അതിഭയങ്കരമായ ചൂടും രാത്രിയിലെ ഘോരമായ തണുപ്പും അവരെ അവശരാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കും മറ്റു 3 പേരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ആരോ നടന്നു വരുന്ന ശബ്ദം മാർക്കിന്റെ കാതുകളിൽ പതിഞ്ഞു. അദ്ദേഹം സാവധാനം എണീറ്റു. ഗുഹാമുഖത്ത് അന്ധകാരം നിറഞ്ഞിരുന്നു. ചന്ദ്രൻ പ്രകാശിച്ചിരുന്നില്ല. ആരായിരിക്കും? മാർക്ക് ചിന്തിച്ചു. കാലടി ശബ്ദം അടുത്തുകൊണ്ടേയിരുന്നു.
അത് ഗുഹാമുഖത്ത് എത്തിക്കഴിഞ്ഞു. ടോർച്ച് തെളിയിക്കുന്നത് അപകടമാണെന്ന് മാർക്കിന് അറിയാമായിരുന്നു. അത് ആ ഭീകര ജന്തു ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് സംശയം ജനിച്ചു. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ സങ്കേതം അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് മാർക്ക് നിശബ്ദനായി അതിൻ്റെ ഉള്ളിലിരുന്നു. ശബ്ദം അടുത്തു വന്നു. അത് ഗുഹയുടെ വാതിൽക്കൽ നിന്ന് ശക്തിയായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് മാർക്കിന് കേൾക്കാമായിരുന്നു. അതാ ജന്തു തന്നെ. പുറത്ത് മണ്ണ് മാറ്റുന്നതിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു. അത് ഗുഹയ്ക്കകത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. വെടിവെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോഴാണ് ഒരു വിമാനത്തിന്റെ ശബ്ദം അദ്ദേഹം കേട്ടത്. അത് താണു വരികയാണ്. ഒരു ഹെലികോപ്റ്റർ. അത് താഴേക്ക് വന്നു. പെട്ടെന്ന് ഗുഹാമുഖത്ത് നിന്ന് ആരും ഓടി അകലുന്ന ശബ്ദമുയർന്നു. ഓ, രക്ഷപ്പെട്ടു, അദ്ദേഹം ആശ്വസിച്ചു. ഹെലികോപ്റ്റർ താഴെ ഇറങ്ങി. മാർക്ക് ഗുഹയിൽ നിന്നും പുറത്തു വന്നു. അകലെ ഹെലികോപ്റ്ററിന്റെ ചുവന്ന വെളിച്ചം കണ്ടു. ആ വെളിച്ചം 2 തവണ മറയുന്നത് അദ്ദേഹം കണ്ടു. അതിൽ നിന്നും 2 പേർ ആ വാഹനത്തിൽ വന്ന് കാണുമെന്ന് അദ്ദേഹം ഊഹിച്ചു. അവരെവിടെയാണ് പോയതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എന്തായാലും ആ ഹെലികോപ്റ്റർ ഒന്ന് പരിശോധിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി. ഗുഹയുടെ അടുത്ത് നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് നടന്നു. പക്ഷെ പെട്ടെന്നത് ഉയർന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതാണ് അദ്ദേഹം കണ്ടത്. ഇനി എന്ത് ചെയ്യും? മാർക്ക് വിശാലമായ ആ മരുഭൂമിയുടെ ചക്രവാളത്തിലേക്ക് കണ്ണയച്ചു നിന്നു. ആ മരുഭൂമിയിൽ 2 പേർ ഇറങ്ങിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ എവിടെ പോയതാണ്? അദ്ദേഹത്തിനത് മനസ്സിലായില്ല. ഒരുപക്ഷെ അവർ ആ കോട്ടയിലേക്കായിരിക്കുമോ പോയത്? അടുത്ത ദിവസം ഒരു അന്വേഷണം നടത്താമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഗുഹയിലേക്ക് തിരിച്ചു പോകാമെന്ന് നിശ്ചയിച്ച അദ്ദേഹം പിന്നീട് അത് ഉപേക്ഷിച്ച് എലിസബത്തിനെ കാണാതായ പാറക്കെട്ടിലേക്ക് നടന്നു. ആ പാറക്കെട്ടിൽ അദ്ദേഹം കുറേ സമയം ഇരുന്നു. തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. തോക്ക് കൈവശമുണ്ടായിരുന്നതുകൊണ്ട് ഏതെങ്കിലും ജന്തുവിനെ കണ്ടാൽ വെടിവെക്കാമെന്ന് കരുതി അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. സമയം 1:15. ആരോ നടന്നു വരുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. നിലാവ് കിഴക്കേ ചക്രവാളത്തിൽ തലയുയർത്തി. അരണ്ട പ്രകാശം മരുഭൂമിയിൽ എല്ലായിടത്തും വ്യാപിച്ചു. ആ പ്രകാശത്തിൽ തന്റെ നേർക്ക് 2 പേർ നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. അവർ പാറക്കെട്ടിന്റെ അടുത്തെത്തി. അവരുടെ കയ്യിൽ പ്രകാശം മൂടിയ ടോർച്ചുണ്ടായിരുന്നു. അവർ ടോർച്ച് തെളിയിച്ചുകൊണ്ടാണ് വന്നത്. മാർക്കിനെ അവർ കണ്ടു. അവർ അടുത്തു വന്നു. അത്ഭുതം കൊണ്ട് അവർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അതിനുശേഷം യാതൊന്നും സംസാരിക്കാതെ ആ പാറക്കെട്ടിലിരുന്നു. അവരുടെ ഈ വിചിത്ര സ്വഭാവം മാർക്കിനെ അതിശയിപ്പിച്ചു. എന്തുകൊണ്ടാണ് അവർ യാതൊന്നും സംസാരിക്കാത്തത്? അവർ സ്പാനിഷ് ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. ആ ഭാഷ മാർക്കിന് വശമുണ്ടായിരുന്നു. ഈ മനുഷ്യനാരാണ്? ഇങ്ങനെ ഒരാളെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അതിലൊരാൾ പറഞ്ഞു. അതെ, ഇയാളായിരിക്കുമോ നാം ഉദ്ദേശിക്കുന്ന ആൾ? അടുത്തയാൾ ചോദിച്ചു. ആർക്കറിയാം, ഈ മനുഷ്യനെ കണ്ട സ്ഥിതിക്ക് ഇയാൾ തന്നെയായിരിക്കും. നാം അയാളോട് എന്താണ് ചോദിക്കുക? ഞാൻ സംസാരിക്കാം. ഇയാൾക്ക് സ്പാനിഷ് അറിയുമോ എന്തോ? നിങ്ങൾ ആരാണ്? അതിലൊരാൾ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഞാനിവിടെ യാദർച്ഛികമായി വന്നുപെട്ടതാണ്. അതെങ്ങനെ? ഒരു വിമാന അപകടത്തിൽപ്പെട്ട് ഇവിടെയാണ് ഇറങ്ങിയത്. വിമാനം തീ പിടിച്ചുപോയി. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ മാർഗമില്ല. ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ വന്ന ഹെലികോപ്റ്റർ നിങ്ങളെ സഹായിക്കുമായിരുന്നല്ലോ. അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഞാൻ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അത് ഉയർന്നുപോയി. നിങ്ങൾ തനിച്ചേ ഉള്ളൂ? അല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയെ ഇവിടെ വെച്ച് കാണാതായി. അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഹെലികോപ്റ്ററിൽ പോവില്ലായിരുന്നു, പക്ഷെ വിവരം അറിയിക്കാമായിരുന്നു. അതറിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ അപരിചിതരാണ്. ഇവിടെ വന്നതിൽ ഒരു പ്രത്യേക കാരണമുണ്ട്. മാഡ്രിഡിൽ നിന്നും ഒരു ഗവേഷണ വിമാനം ഈ സ്ഥലത്ത് വരുന്നതുവരെ ബന്ധം പുലർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ പെട്ടെന്ന് എല്ലാ വയർലെസ് ബന്ധങ്ങളും ഏർപ്പെട്ടു. പിന്നീട് യാതൊരു വിവരവും ലഭിക്കാത്ത രീതിയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതേക്കുറിച്ച് മനസ്സിലാക്കുവാനാണ് ഞങ്ങൾ വന്നത്. താങ്കൾ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഒരാഴ്ചയടക്കുന്നു, മാർക്ക് പറഞ്ഞു. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായതായി അറിയുമോ? അറിഞ്ഞുകൂടാ. ഈ സ്ഥലത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അറിയാവുന്നത്? ഞങ്ങൾ ആദ്യമായി വരികയാണ്. കാലാവസ്ഥയെക്കുറിച്ചാണെങ്കിൽ പകൽ അതിഭയങ്കരമായ ചൂടാണ്. പുറത്തിറങ്ങി നടക്കുവാൻ സാധ്യമല്ല. രാത്രി ഇതുപോലെ തണുപ്പും. താങ്കൾ രാത്രി കഴിച്ചു കൂട്ടുന്നത് എവിടെയാണ്? ഞാൻ ഈ പാറക്കെട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പകൽ സമയം ഇവിടെ തണുപ്പുണ്ട്, തണലുമുണ്ട്. ഇവിടെ പുരാതനങ്ങളായ കെട്ടിടങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? അറിഞ്ഞുകൂടാ. മാർക്ക് അവരിൽ നിന്നും എല്ലാ വിവരങ്ങളും മനഃപൂർവ്വം മറച്ചു പിടിക്കുകയാണ് ചെയ്തത്. അതിന് കാരണവും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഒന്നാമത് അദ്ദേഹത്തിന് യാതൊന്നും അറിഞ്ഞുകൂടാ. താൻ അന്വേഷിക്കുന്ന ആളുമായി അവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടത്തിന് വഴി തെളിയിച്ചേക്കുമെന്നുള്ളതിൽ സംശയമില്ല. ചിലപ്പോൾ അവർ വന്നത് തന്നെ മാക്സിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിരിക്കും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൽ കൂടി ഒരു വിമാനം പറന്നു പോകുന്നത് അവർ കണ്ടു. അത് പസഫിക്കിലേക്ക് പോകുകയായിരുന്നു. ഞങ്ങൾ പോകുന്നു, ഒരാൾ പറഞ്ഞു. എങ്ങോട്ട്? ഇവിടെ പുരാതനമായ ചില കോട്ടകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പകൽ ചൂടാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. രാത്രി അക്കാര്യത്തിൽ പേടിക്കണ്ടല്ലോ, അവർ നടന്നു പറഞ്ഞു. മാർക്ക് അവിടെ തന്നെ ഇരുന്നു. അവർ പോയ വഴിക്ക് അദ്ദേഹം നോക്കിയിരുന്നു. 2 കറുത്ത ബിന്ദുക്കൾ പോലെ അവർ കാണപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്തു. അവർ ആ കോട്ടയുടെ നേർക്കാണ് നടന്നുപോയത്. അവർ പോയി അല്പം കഴിഞ്ഞപ്പോൾ മാർക്ക് സിംഗ് അവർ പോയ വഴിക്ക് നടന്നു. അവരെക്കുറിച്ച് പഠിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവരെന്തിനായിരിക്കും തന്നെ സമീപിച്ചത്? ആ മരുഭൂമിയെക്കുറിച്ച് നിശ്ചയമില്ലെങ്കിൽ ആ രാത്രിയിൽ
അവരവിടെ വന്നിറങ്ങില്ലായിരുന്നു. മാത്രമല്ല ആ കോട്ട അന്വേഷിച്ച് അവർ പോവില്ലായിരുന്നു. അതിൽ നിന്ന് ആ കോട്ടയെക്കുറിച്ച് അവർക്ക് പരിചയമുണ്ടെന്ന് അദ്ദേഹം ഊഹിച്ചു. മണൽക്കുന്ന് കഴിഞ്ഞപ്പോൾ അവരെ കണ്ടില്ല. എങ്കിലും അവരങ്ങോട്ടാണ് പോയതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഈ സമയം അവർ കോട്ടയ്ക്ക് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കോട്ടമതിൽ കഴിഞ്ഞ് അവർ ഉള്ളിൽ പ്രവേശിച്ചു. അടുത്ത നിമിഷം ആ ഭീകരജന്തു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണിത്? അവർ തമ്മിൽ പറഞ്ഞു. അത്തരത്തിലൊന്നിനെ അവർ ആദ്യം കാണുകയായിരുന്നു. രണ്ടുപേരും ഒരേ സമയം തോക്കെടുത്തു. ഈ സമയം കോട്ടയ്ക്കുള്ളിലെ മതിൽക്കെട്ടിൽ ഒരു ശബ്ദമുണ്ടായി. ആ ജന്തു പിന്തിരിഞ്ഞ് അപ്രത്യക്ഷമായി. നിങ്ങൾ നടന്നോളൂ, ഞാൻ പിന്നാലെയുണ്ട്, മാർക്കുമായി നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞു. അത് കേട്ടയുടനെ രണ്ടാമത്തെ ആൾ മുന്നിൽ നടന്നു. ആ ഭീകരജീവി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മുന്നിൽ നടന്ന ആള് കാഞ്ചി വലിച്ചു. വെടിപൊട്ടി. ആ ശബ്ദം ചുവരുകളിൽ മാറ്റൊലി കൊണ്ടു. പക്ഷെ ആ ജന്തു യാതൊരു ഭാവഭേദവും പ്രകടിപ്പിക്കാതെ നെഞ്ചിൽ തുടയ്ക്കുക മാത്രമേ ചെയ്തുള്ളൂ. അടുത്തതായി അയാൾക്ക് കാഞ്ചിയിൽ വിരലമർത്തുവാൻ കഴിഞ്ഞില്ല. അയാൾ ഭയന്ന് പിന്നോട്ട് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ആളും പുറത്തേക്ക് ഓടി പറഞ്ഞു. അയാൾ വന്നു ചാടിയത് മാർക്കിന്റെ മുന്നിലായിരുന്നു. നിങ്ങളിവിടെ വന്നു പെട്ടോ? അയാൾ റിവോൾവർ എടുത്തു. മാർക്ക് ഇടതുകാൽ കൊണ്ട് തട്ടിമാറ്റി. തോക്ക് അയാളുടെ കയ്യിൽ നിന്നും തെറിച്ചുപോയി. അതെടുക്കുവാൻ അയാൾ കുനിഞ്ഞു. പക്ഷെ മിന്നൽ വേഗത്തിൽ മാർക്ക് അയാളെ നേരിട്ടു. അയാൾ കമിഴ്ന്നു വീണു. ആ ജന്തു അപ്പോഴും പിന്നിലുണ്ടായിരുന്നു. മാർക്ക് എണീറ്റ് വന്ന് അയാളെ പിടിച്ചു വലിച്ചു. അയാൾ ഒരു വിധത്തിൽ എണീറ്റു. അതാ ആ ജന്തു പിന്നാലെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ നല്ല വേഗതയുണ്ടായിരുന്നു. മാർക്ക് വേഗം തന്നെ തന്റെ ടോർച്ച് തെളിയിച്ചുകൊണ്ട് മണലിലേക്ക് വലിച്ചെറിഞ്ഞു. അത് മണലിൽ പതിഞ്ഞ് കത്തിക്കൊണ്ടേയിരുന്നു. വെളിച്ചം കണ്ടയുടനെ ആ ജന്തു തന്റെ ഗതി മാറ്റി അതിന്റെ നേർക്കു നടന്നു. നാം രക്ഷപ്പെട്ടിരിക്കുന്നു, മാർക്ക് പറഞ്ഞു. ഇതുകൊണ്ട് അപകടം തീർന്നില്ല. കാര്യം മനസ്സിലാകുമ്പോൾ അത് നമ്മുടെ പിന്നാലെ കുതിക്കും. അതിനു മുമ്പ് നമുക്ക് ആ പാറക്കെട്ടിൽ എത്തിച്ചേരണം. അദ്ദേഹം മുന്നോട്ടോടി. ഈ സമയം ആകാശത്തിൽ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടു. ചുവന്ന വെളിച്ചം അടുത്തുകൊണ്ടേയിരുന്നു. അത് താണു വന്നു. അവസാനം മണലിൽ പതിഞ്ഞു. ഹെലികോപ്റ്റർ താണയുടനെ അയാൾ മാർക്കിന്റെ അടുത്ത് നിന്ന് ആ ഭാഗത്തേക്ക് ഓടി. അയാൾ അതിൽ കയറുന്നത് മാർക്ക് കണ്ടു. അദ്ദേഹം പാറക്കെട്ടിന്റെ അടുത്തേക്ക് ഓടി. ഒരു ഉന്തി നിന്ന് പാറക്കെട്ടിന്റെ അടിയിൽ മറഞ്ഞു. ഹെലികോപ്റ്റർ അദ്ദേഹം മറഞ്ഞിരുന്ന ഭാഗത്തിന് മുകളിലെത്തി. അത് താണു വന്നു. ആരോ താഴേക്ക് വെടിവെച്ചു. 6 വെടി മുഴങ്ങി. അതിനുശേഷം അത് ഉയർന്ന് കിഴക്കോട്ട് പോകുകയും ചെയ്തു. അയാൾ തന്നെ വഞ്ചിക്കുകയായിരുന്നെന്ന് മാർക്കിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മറ്റേയാൾക്ക് എന്ത് സംഭവിച്ചു? മാർക്ക് അവിടെ തന്നെ ഇരുന്നു. ആ ജന്തു ചിലപ്പോൾ അവിടെ വന്നേക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു. 30 മിനിറ്റ് കഴിഞ്ഞിട്ടും അത് വന്നില്ല. അത് തിരികെ പോയി കാണുമെന്ന് കരുതി അദ്ദേഹം ഗുഹയിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതം ജനിപ്പിക്കുന്നതായിരുന്നു. ആ ജന്തു ഗുഹാമുഖത്ത് കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനിടയ്ക്ക് മണം പിടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് തൻ്റെ സ്നേഹിതരെ ആക്രമിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തിന് തീർച്ചയായി. എങ്ങനെയെങ്കിലും അതിനെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു. വെടിവെച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ അതിനെ എതിരിടുവാൻ കഴിഞ്ഞേക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. മാർക്ക് അതിൻ്റെ പിന്നിലെത്തി. അദ്ദേഹം തോക്കെടുത്ത് അതിൻ്റെ കാതിൽ ലക്ഷ്യം വെച്ചു. കാതിൻ്റെ ഉള്ളിൽ വെടിയേറ്റാൽ അത് ചിലപ്പോൾ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട്. ലക്ഷ്യം തെറ്റിയാൽ ആക്രമിക്കുകയും ചെയ്യും. ഈ സമയം ഗുഹയ്ക്കകത്ത് വിളക്ക് തെളിഞ്ഞു. അവരെ ആപത്ത് വിളിച്ചു വരുത്തിയെന്ന് അദ്ദേഹത്തിന് തീർച്ചയായി. വിളക്ക് കണ്ടാൽ അത് ആക്രമിക്കുമെന്ന് മാർക്കിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആ വിളക്ക് കെടുത്തു, മാർക്ക് വിളിച്ചു പറഞ്ഞു. മാർക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ വിളക്ക് കെടുത്തി. ഈ സമയം ജന്തു പിന്തിരിഞ്ഞു. അത് മാർക്കിനെ ലക്ഷ്യം വെച്ച് നീങ്ങി. ടോർച്ച് അദ്ദേഹത്തിന്റെ കൈവശമില്ലായിരുന്നു. മാർക്ക് ആ ഹെലികോപ്റ്റർ മറഞ്ഞിരിക്കുന്ന മണൽക്കുന്നിന്റെ അടുത്തേക്ക് ഓടി. അദ്ദേഹം ഹെലികോപ്റ്ററിന്റെ ഒരു ഭാഗം മണലിൽ നിന്നും പുറത്ത് കാണത്തക്ക വിധത്തിലാക്കിയ ശേഷം അതിനപ്പുറം കടന്നു. ആ ജന്തു കുറെ സമയം അതിൽ നോക്കി നിന്ന ശേഷം കോട്ടയുടെ നേർക്ക് നടന്നുപോയി. ആ ഹെലികോപ്റ്ററിന്റെ ഭാഗം കണ്ടപ്പോൾ അതിന്റെ ചിന്തയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചുവെന്ന് മാർക്കിന് തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആ ജന്തു ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ഗുഹയിലെത്തി. അവിടെ അവർ പേടിച്ചിരിക്കുകയായിരുന്നു. താങ്കൾ എവിടെയായിരുന്നു? അവർ ചോദിച്ചു. ഞാൻ അതിന്റെ ആക്രമണത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതെവിടെയാണ്? തിരിച്ചുപോയി. ഇന്ന് പല സംഭവങ്ങളും ഇവിടെ നടന്നു. എന്താണുണ്ടായത്? അവർ തിരക്കി. ഒരു ഹെലികോപ്റ്റർ ഇവിടെ താണു. അതിൽ നിന്നും 2 പേർ പുറത്തു വന്നു. അവർ ആ കോട്ടയുടെ നേർക്കാണ് നടന്നത്. അതിൽ ഒരാൾ തിരിച്ചു വന്നില്ല. മറ്റേയാൾ ഹെലികോപ്റ്ററിൽ കയറി പോവുകയും ചെയ്തു. അവർ സ്പാനിഷ് ഭാഷയാണ് സംസാരിച്ചത്. ഒരാൾക്ക് എന്തു പറ്റിയെന്നറിയോ? അറിഞ്ഞുകൂടാ. നമുക്ക് ആ സ്ഥലം വരെ ഒന്ന് പോയാലോ? ആ ജന്തുവിനെ കുറിച്ച് ഒന്നും അറിയാതെ നാം അവിടെ പോയാൽ എല്ലാവരും അപകടത്തിൽപ്പെടും. അതുകൊണ്ട് ആ ജന്തുവിനെ കുറിച്ച് നന്നായി അറിയുകയാണ് ആവശ്യം. പ്രൊഫസറുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ചോദിച്ചു. ഞാൻ ചില നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. ശരി, നമുക്കുറങ്ങാം. ഇനി ആ ജന്തു വരുമെന്ന് തോന്നുന്നില്ല, മാർക്ക് പറഞ്ഞു. അവർ ഗുഹയ്ക്കുള്ളിൽ കയറി. മാർക്കിന് ഉറക്കം വന്നില്ല. അദ്ദേഹത്തിന് എലിസബത്തിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചിരിക്കും? ഇതുവരെ യാതൊന്നും അറിഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചുവോ? ഇല്ലെങ്കിൽ അവൾ അറിയിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്നും പുറത്തു വരുമായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ചാരിയിരുന്ന അദ്ദേഹം നിദ്രയിലാണ്ടു. അത് രാവിലെ തന്നെ അദ്ദേഹം എണീറ്റു. ആ ജന്തുവിനെ നേരിടാനുള്ള വഴിയാണ് അദ്ദേഹം ചിന്തിച്ചത്.
അതിനുള്ള ഒരു ആശയം പെട്ടെന്നുണ്ടായത് മൂപ്പനെ കുറിച്ച് ഓർത്തപ്പോഴാണ്. അമ്പിന്റെ മുനയിൽ പുരട്ടുന്ന ഒരു വിഷദ്രാവകത്തെക്കുറിച്ച് അയാൾ പറഞ്ഞിരുന്നു. അത് പരീക്ഷിച്ചു നോക്കിയാൽ ജന്തുവിനെ നേരിടുവാൻ കഴിഞ്ഞേക്കുമെന്ന് മാർക്കിന് തോന്നി. രാവിലെ സുഹൃത്തുക്കൾ ഉറക്കം ഉണരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മൂപ്പന്റെ കുടിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കണമായിരുന്നു. അതുകൊണ്ട് കഴിയുന്നതും വേഗം അവിടെ എത്തിയില്ലെങ്കിൽ സൂര്യൻ ഉയർന്നു കഴിയും. പിന്നീടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാർക്ക് കുടിലിൽ എത്തിച്ചേർന്നപ്പോൾ മൂപ്പൻ ഒരു ഒട്ടകപക്ഷിയുടെ തൂവാലകൾ അതിന്റെ തൊലി ഉൾപ്പെടെ ഉരിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 15 കിലോയിലധികം ഭാരമുണ്ടായിരുന്ന ആ പക്ഷിയെ ഇത്രമാത്രം വ്യക്തമായി കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിന്റെ തല അറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മകൾ അതിന്റെ കാലുകൾ പിടിച്ചിരുന്നു. കഴുത്തിന് താഴോട്ട് മൂപ്പൻ അതിന്റെ തുകൽ ഉരിഞ്ഞെടുക്കുന്നു. ചിറകുകൾ യോജിപ്പിച്ച് കത്തികൊണ്ട് അയാൾ വേർപെടുത്തുന്നു. ഒടുവിൽ തൂവൽ നിർമ്മിച്ച് ഒരു ഉടുപ്പ് പോലെ അതഴിച്ച് താഴെ വെച്ചു. ചുവന്നതും ഇടയ്ക്ക് വെളുത്ത നിറവും കലർന്നതുമായ മാംസം ആ പക്ഷിയുടെ രൂപത്തിൽ തന്നെ കാണപ്പെട്ടു. വളരെ യാദൃച്ഛികമായി കിട്ടിയതാണ്. സാധാരണ ഇതിനെ കാണുവാൻ കൂടി സാധ്യമല്ല. ഇവൻ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നതും താമസിക്കുന്നതും. വളരെ ദൂരം സഞ്ചരിച്ച ശേഷം താമസസ്ഥലം എത്താൻ കഴിയാതെ കുടുങ്ങിപ്പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂപ്പൻ ഇതിനെ എങ്ങനെയാണ് പിടിച്ചത്? മാർക്ക് ചോദിച്ചു. അകലെ വച്ച് തന്നെ ഇതിനെ കാണുകയുണ്ടായി. അത് പതുങ്ങിയിരിക്കുകയായിരുന്നു. വഴി തെറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്പ ഇത് വീഴ്ത്തി. അടുത്ത് ചെന്നാൽ ഉപദ്രവിക്കും. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇത് 2ാമത്തെ അനുഭവമാണ്. മരുഭൂമിയിൽ ഇത്രയധികം രുചിയുള്ള മാംസം വേറെയില്ല, മൂപ്പൻ പറഞ്ഞു. അയാളുടെ കൊച്ചുമകൾ ആദ്യമായി അതിനെ കാണുകയായിരുന്നു. അവൾ ഉത്സാഹത്തോടെ ആ പക്ഷിയുടെ മാംസം തുണ്ടുകളാക്കുന്നതിൽ മൂപ്പനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. 8 വലിയ തുണ്ടുകളാക്കിയ ശേഷം മൂപ്പൻ അത് പച്ച വള്ളി കൊണ്ട് കെട്ടി മുക്കാലിയിൽ ഘടിപ്പിച്ചിട്ടുള്ള മുള്ളുകമ്പിൽ തൂക്കിയിട്ടു. അതിനുശേഷം അടിയിൽ തീയിട്ടു. എരിവുള്ള ചില പദാർത്ഥങ്ങൾ അതിൽ പുരട്ടിയിരുന്നു. അടിയിൽ തീ ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. വെന്തുകൊണ്ടിരിക്കുന്ന മാംസത്തിൽ നിന്നും വാസന വരുന്നു. ഒട്ടകപക്ഷിയുടെ മാംസം മാർക്ക് ആദ്യമായി കാണുകയായിരുന്നു. അതിൻ്റെ സുഖകരമായ വാസന നാസാദ്വാരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അതിൻ്റെ രുചിയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമായി. 30 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത മാംസം ഒരു മൺപാത്രത്തിൽ മാർക്കിൻ്റെ മുന്നിൽ അവൾ വെച്ചു. നമുക്ക് ഒന്നിച്ചു കഴിക്കാം, അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടി 3 പാത്രങ്ങളിലായി ഭക്ഷണം വിളമ്പി. കുടിക്കുവാൻ വൃദ്ധൻ പഴയ തൂക്കുസഞ്ചി എടുത്തുകൊണ്ട് ചോദിച്ചു. അല്പം? അയാൾ ഒരു മൺകോപ്പയിൽ അല്പം മദ്യം പകർന്നു. അതിനുശേഷം അയാൾക്കും ഒരു പാത്രത്തിൽ ഒഴിച്ചു. പെൺകുട്ടി ചായയില ഉണക്കിയത് തിളപ്പിച്ചു. മധുരമില്ലാത്ത ചായ ആയിരുന്നു അത്. അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ഈ മാംസത്തിന് വളരെ രുചിയാണ്, മാർക്ക് പറഞ്ഞു. പെൺകുട്ടി ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാൻ ചില കാര്യങ്ങൾ മൂപ്പനോട് പറയാനാണ് വന്നത്. എന്താണ്? അയാൾ തിരക്കി. ഇന്നലെ രാത്രിയിലും ഞാൻ ആ ജന്തുവിനെ കണ്ടു. വെടിയുണ്ട കൊണ്ട് അതിനെ നേരിടുന്നത് പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് മൂപ്പന്റെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണം, മാർക്ക് പറഞ്ഞു. മൂപ്പൻ ചിന്തയിലാണ്ടു. ആ ചെറിയ കുടിലിന്റെ ചുവരിൽ കാട്ടുമൃഗങ്ങളുടെ തലയോടുകൾ തൂക്കിയിട്ടിരുന്നു. മൂപ്പൻ അവയിൽ മാറി മാറി നോക്കി. താങ്കൾ പറഞ്ഞതിൽ നിന്ന് അതിനെ നേരിടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മൂപ്പൻ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു. എന്താണ്? അതിന്റെ കാതിൽ വിഷം പുരട്ടി അമ്പയേൽപ്പിച്ചാൽ അതിനെ ചിലപ്പോൾ താഴെയിടുവാൻ കഴിഞ്ഞേക്കും. പക്ഷെ അത് കുറിക്ക് കൊള്ളുകയും വേണം, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ആക്രമിക്കും. അമ്പും വില്ലും ഉപയോഗിക്കുവാൻ ഞാൻ ശീലിച്ചിട്ടില്ല, മാർക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാം, മൂപ്പൻ തന്റെ വിരലുകളിൽ നോക്കി പറഞ്ഞു. എന്നാൽ അതൊരു അറ്റ കൈയാണ്. ചിലപ്പോൾ നമ്മൾ 2 പേര് നശിച്ചെന്ന് വരും. അമ്പെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തോക്കും വേണം, മൂപ്പൻ തുടർന്നു പറഞ്ഞു. അതെന്തായാലും ഞാനേറ്റു, മാർക്ക് വാക്ക് കൊടുത്തു. ഇന്ന് രാത്രി ആ പാറക്കെട്ടിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂപ്പൻ കൂടി എൻ്റെ കൂടെ ഉണ്ടാവണം. തീർച്ചയായും ഞാനും വരാം. കേട്ടോ മോളെ, മൂപ്പൻ മകളുടെ നേരെ തിരിഞ്ഞു. ഞങ്ങൾ ഇന്ന് പോകുകയാണ്, നീ ജാഗ്രതയായിരിക്കണം. ഇരിക്കാം, അവൾ അമ്പും വില്ലും നോക്കി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പാറക്കെട്ടിനടുത്ത് വരാം, മൂപ്പൻ സമ്മതിച്ചു. മണി 9 കഴിഞ്ഞിരിക്കുന്നു. മാർക്ക് ഗുഹയിലേക്ക് പോയി. പ്രൊഫസർ എന്തോ ചിലത് എഴുതുകയാണ്. മാർക്ക് വന്നയുടനെ അദ്ദേഹം പ്രതീക്ഷ നിറഞ്ഞ കണ്ണോടെ പ്രൊഫസറെ നോക്കി. ഞാൻ താങ്കൾ തന്ന രോമം വീണ്ടും പരിശോധിച്ചു. അത് മനുഷ്യന്റെ രോമം തന്നെയാണ്, അദ്ദേഹം തീർത്തു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ജന്തു എന്താണ്? മനുഷ്യന്റെ തൊട്ടു പിന്നിലുള്ള ജീവി, അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണോ? ഇതുവരെയുള്ള എൻ്റെ കണക്കുകൂട്ടലിൽ ഒന്ന് അതും മറ്റത് ആൾമാറാട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതും. അതിന് സാധ്യതയില്ല എന്നല്ലേ താങ്കൾ പറഞ്ഞത്? പ്രൊഫസറുടെ അഭിപ്രായത്തിന് മറുപടി നൽകുവാൻ മാർക്സിന് കഴിഞ്ഞില്ല. പിന്നെ മറ്റൊന്ന്, തെക്കേ അമേരിക്കയിലാണ് മനുഷ്യന്റെ ഉൽപ്പത്തി എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ജന്തു ആദ്യം ഞാൻ പറഞ്ഞതായിരിക്കും. പക്ഷെ അതിന്റെ ശരീരത്തിന് ഇത്രമാത്രം ബലമുണ്ടെന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒരു മനുഷ്യന് എങ്ങനെ 7 മനുഷ്യന്റെ ബലം ലഭിക്കും? പ്രൊഫസർ സംശയം നിറഞ്ഞ കണ്ണുകളോടെ മാർക്കിനെ നോക്കി. ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കി, മാർക്ക് തുടർന്നു. അതായത് ആ ജന്തു മണലിൽ പുതഞ്ഞു കിടക്കുന്ന ഹെലികോപ്റ്ററിൽ നോക്കി നിന്ന ശേഷം മറ്റൊരു വഴിക്ക് തിരിയുന്നത് ഞാൻ കാണുകയുണ്ടായി. അത് മണ്ണിളക്കി നോക്കുകയും ചെയ്തു. അതിനെ പിടിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ചില വിവരങ്ങൾ സമ്പാദിക്കാനും കഴിയും. പക്ഷെ അതിനെ എങ്ങനെയാണ് പിടിക്കുവാൻ കഴിയുക? താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് വെടിയുണ്ട പോലും അതിന്റെ ശരീരത്തിൽ ഏൽക്കുകയില്ലെന്ന്?
അതിനൊരു വഴി ഞാൻ ഇവിടുത്തെ ആദിവാസികളുടെ തലവനായ മൂപ്പനുമായി ആലോചിച്ചു. അയാൾ പറയുന്നത് വിഷം പുരട്ടിയ അമ്പ് അതിൻ്റെ കാതിൽ പ്രയോഗിച്ചാൽ അത് വീഴുമെന്നാണ്. പക്ഷെ അതെങ്ങാനും കൊണ്ടില്ലെങ്കിൽ ആക്രമിച്ച ആളിൻ്റെ നേർക്ക് പാഞ്ഞു വരുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. മൂപ്പൻ അമ്പ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് നല്ലത്. അന്ന് രാത്രി അതിനെ നേരിടാൻ അവർ തീരുമാനിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അവർ ഗുഹയ്ക്കുള്ളിൽ വിശ്രമിച്ചു. പകൽ സമയം അവൻ ഇറങ്ങി നടക്കാറില്ല. അതിൽ നിന്ന് അവൻ ചൂടിനെ ഭയപ്പെടുന്നുണ്ടെന്ന് തീർച്ചയാണ്. അതേസമയം രാത്രി തീ കണ്ടാൽ അവൻ ഓടിയെടുക്കുകയും ചെയ്യും. ലൈറ്റ് കത്തിച്ചാൽ അതിൻ്റെ നേർക്ക് പാഞ്ഞു വരും. ഗുഹയ്ക്ക് മുന്നിലുള്ള ആഴി കണ്ടാണ് അവൻ അവിടെ എത്തിച്ചേർന്നത്. മാർക്ക് പറഞ്ഞു. എലിസബത്തിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ലല്ലോ, പ്രൊഫസർ പറഞ്ഞു. ഈ സമയം ആ കോട്ട വരെ പോയാൽ കൊള്ളാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. താങ്കൾക്ക് വരാൻ കഴിയുമോ? ശരി, നമുക്ക് പോകാം, പ്രൊഫസർ സമ്മതിച്ചു. പാറക്കെട്ടിനടുത്ത് വളർന്നു നിൽക്കുന്ന ഒരു തരം പനയുടെ ഓലകൾ അവർ ഗുഹയ്ക്കടുത്തായി കൂട്ടിയിരുന്നു. മരുഭൂമിയിലെ അതിഭയങ്കരമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ആ ഓല മതിയാകുമായിരുന്നു. മാർക്കും പ്രൊഫസറും കൂടി ആ ഓല കൊണ്ട് തൊപ്പിയുണ്ടാക്കി ശിരസിൽ വെച്ചുകൊണ്ട് കോട്ടയുടെ നേർക്ക് നടന്നു. മണൽത്തരികൾ ചൂടുപിടിച്ച് തെറിച്ചുകൊണ്ടിരിക്കുന്നു. ചക്രവാളത്തിൽ ഉയർന്നു നിൽക്കുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ അവർ കണ്ടു. ഇന്നു മൂപ്പൻ ഒട്ടകപക്ഷിയുടെ മാംസം നിന്നു. വളരെ രുചികരമായിരുന്നു. തുർക്കിക്കോഴിയുടെ മാംസം പോലിരിക്കുന്നു. നടന്നുകൊണ്ടിരുന്നപ്പോൾ മാർക്ക് പറഞ്ഞു. സൂര്യന്റെ ചൂടേറ്റ് അവരുടെ മുഖം ചുവന്നു. ചുണ്ടുകൾ വരണ്ട തൊലി അടർന്നിരുന്നു. ഒരാഴ്ചത്തെ അവിടെയുള്ള താമസം അവരുടെ ആരോഗ്യത്തെ ആകെ ബാധിച്ചിരുന്നു. എലിസബത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിഞ്ഞിരുന്നെങ്കിൽ നടന്നാണെങ്കിലും മരുഭൂമി വിടാൻ അവർ ഒരുക്കമായിരുന്നു. എന്നാൽ മാർക്കിനെ സംബന്ധിച്ചാണെങ്കിൽ തന്റെ സാന്നിധ്യത്തിൽ കാണാതായ എലിസബത്തിനെ കൂടാതെ അവിടം വിടുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. തന്റെ കൂടെ അനവധി കേസുകൾക്ക് അവൾ സഹകരിച്ചിട്ടുണ്ട്. ആപത്ത് നിറഞ്ഞ പല മേഖലകളിലും അവൾ ധൈര്യപൂർവ്വം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവളെ കൂടാതെ ന്യൂയോർക്കിലേക്ക് എത്തിയാൽ അതിന് സമാധാനം നൽകുവാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. കോട്ടയുടെ അടിത്തറ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്ര വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ പണിയിപ്പിച്ച് അവരെ സമ്മതിക്കണം. ഒരു കാലത്ത് ആവശ്യത്തിനുള്ള ജലം ഇവർക്ക് ലഭിച്ചിരിക്കണം, പ്രൊഫസർ പറഞ്ഞു. ചിലപ്പോൾ ആൻഡീസ് പർവ്വതത്തിൽ നിന്നും അവർ കുഴൽ വഴി ജലം കൊണ്ടുവന്നിരിക്കണം, മാർക്ക് പറഞ്ഞു. കോട്ടയുടെ മുന്നിൽ അവരെത്തി. പ്രൊഫസർ ആദ്യമായാണ് അവിടെ വരുന്നത്. ആ കാഴ്ചകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇടിഞ്ഞു പൊളിഞ്ഞ വാതിൽ കടന്നപ്പോൾ പ്രൊഫസർ തറയിൽ നിന്നും എന്തോ കുനിഞ്ഞെടുത്തു. അത് കുറെ കറുത്ത രോമങ്ങളായിരുന്നു. ഇതാ താങ്കൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന അതേ തരത്തിലുള്ള രോമങ്ങൾ. പ്രൊഫസർ അത് മാർക്കിന്റെ കയ്യിൽ കൊടുത്തു. അവർ അർദ്ധവൃത്താകൃതിയിലുള്ള വാതിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. യാതൊരുവിധ ശബ്ദവും അപ്പോൾ കേട്ടില്ല. രാത്രിയിൽ വന്നപ്പോൾ അവിടെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായിരുന്നത് മാർക്ക് ഓർമ്മിച്ചു. ഇപ്പോൾ അവിടെ മുഴുവനും നിശബ്ദമാണ്. അസ്ഥികൂടങ്ങൾ കിടന്നിരുന്ന അറകൾ മാർക്സിന് നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങോട്ടേക്കാണ് ആദ്യം നടന്നത്. ആദ്യം കണ്ട മുറിയുടെ വാതിൽക്കൽ അദ്ദേഹം എത്തി. വാതിൽ അപ്പോഴും പൂട്ടപ്പെട്ട് കിടന്നിരുന്നു. അദ്ദേഹം വാതിൽ തുറന്നു. ടോർച്ച് തെളിയിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ യാതൊന്നുമില്ലായിരുന്നു. ഞാൻ ഇതിന്റെ മുന്നേ ഇവിടെ വന്നപ്പോൾ എന്നെ ആക്രമിച്ച ആളുകളുടെ അസ്ഥികൂടങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവ കാണുന്നില്ല. ഇതിനകത്ത് ആരൊക്കെയോ ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാണത്, അദ്ദേഹം പറഞ്ഞു. അടുത്ത മുറിയും അദ്ദേഹം പരിശോധിച്ചു. അതിന്റെ ഉള്ളിലും യാതൊന്നും ഉണ്ടായിരുന്നില്ല. വരൂ, നമുക്ക് ഇടതുവശത്തേക്കുള്ള വഴിയിൽ കൂടി പോകാം, മാർക്ക് പറഞ്ഞു. പ്രൊഫസർ അദ്ദേഹത്തെ അനുഗമിച്ചു. അല്പദൂരം ചെന്നപ്പോൾ ആ വഴി അടഞ്ഞിരിക്കുന്നതായി കണ്ടു. എന്നാൽ അടുത്ത് ചെന്നപ്പോൾ അതൊരു വലിയ കല്ലുകൾ കൊണ്ട് അടച്ചതാണെന്ന് മനസ്സിലായി. അതിൽ കല്ലുകൾ അപ്പോൾ എടുത്തു വെച്ച പോലെ തോന്നിച്ചു. ആ കല്ലുകളിൽ തൊട്ടപ്പോൾ അവ പിന്നോട്ട് ഇളകി വീഴുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ വഴി അടച്ചിരിക്കുന്നതായി തനിക്ക് തോന്നിയത് തെറ്റാണെന്ന് മാർക്കിന് ബോധ്യമായി. ആ വഴിയിൽ കൂടി അവർ നടന്നു. കുറെ ദൂരം ചെന്നപ്പോൾ വലതുവശത്ത് ഒരു മുറിയുടെ വാതിൽ കാണപ്പെട്ടു. ആ വാതിൽ മാർക്ക് തുറന്നു. എന്ത്? അദ്ദേഹം അത്ഭുതത്തോടെ അകത്തേക്ക് നോക്കി. അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ കിടന്നിരുന്നു. കല്ലുകൊണ്ട് ഉയർത്തിക്കെട്ടിയ ഒരു ഭാഗത്താണ് അയാൾ കിടക്കുന്നത്. അയാൾ മയങ്ങുകയായിരുന്നു. മുഖത്ത് 1-2 ദിവസം ഷേവ് ചെയ്യാത്തതിന്റെ ഫലമായി രോമങ്ങൾ വളർന്നിരിക്കുന്നു. അയാൾ തികച്ചും നഗ്നനായിട്ടാണ് അവിടെ കിടക്കുന്നത്. അതിൽ നിന്ന് അയാൾ സ്വയം അവിടെ കിടന്നതല്ലെന്ന് അവർക്ക് ഉറപ്പായി. അയാളെ മാർക്ക് കുലുക്കി വിളിച്ചു. അയാൾ കണ്ണുകൾ തുറന്നു. പക്ഷെ യാതൊന്നും സംസാരിച്ചില്ല. പ്രൊഫസർ പോക്കറ്റിൽ താൻ സൂക്ഷിച്ചിരുന്ന ചെറിയ ബിസ്ക്കറ്റിനടുത്ത് അല്പം അയാളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. അയാൾ നാവനക്കി. പക്ഷെ യാതൊന്നും സംസാരിച്ചില്ല. ഈ മനുഷ്യനെ നമുക്ക് രക്ഷപ്പെടുത്തണം, മാർക്ക് പറഞ്ഞു. അടുത്ത മുറി അവർ പരിശോധിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ തുണ്ടുകടലാസ് അവർക്ക് കിട്ടി. എനിക്ക് സുഖം തന്നെ, ഭയപ്പെടണ്ട, എലിസബത്ത്. ആ ചെറിയ തുണ്ടുകടലാസിലെ വാചകം കണ്ടപ്പോൾ മാർക്കിന് ആശ്ചര്യമായി. കോഡ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് പ്രൊഫസർക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. അവൾ സുരക്ഷിതമാണ്, മാർക്ക് പറഞ്ഞു. എങ്കിൽ നമുക്ക് ആ മനുഷ്യനെ കഴിവതും വേഗം ഇവിടെ നിന്നും കൊണ്ടുപോകണം, പ്രൊഫസർ പറഞ്ഞു. ശരി. ഈ ഭയങ്കരമായ ചൂടിൽ നാം എങ്ങനെയാണ് മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുക? പ്രൊഫസർ ചോദിച്ചു. അത് ശരിയാണ്. അതുവരെ നാം ഇവിടെ തങ്ങിയാലോ, മാർക്ക് പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം. 4 മണിയാകുമ്പോൾ ചൂട് കുറയും. അതുവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അന്വേഷണം നടത്താം. ശരി, താങ്കൾ ആ മുറി പൂട്ടുക. പ്രൊഫസർ വാതിൽ പൂട്ടി. ആ തുണ്ടുകടലാസിൽ മാർക്ക് നോക്കി.
അതിൽ എലിസബത്തിന്റെ കയ്യശ്ശരം തന്നെയാണ്. തുരങ്കം പോലെ തോന്നിക്കുന്ന ആ വഴിയുടെ ഇരുവശങ്ങളിലും ഓരോ തരത്തിലുള്ള മുറികളുണ്ടായിരുന്നു. ഇടതുവശത്തുള്ള ഒരു മുറി കൂടി മാർക്ക് തുറന്നു. ഇതെന്താണ്? പ്രൊഫസർ ചോദിച്ചു. അസാമാന്യമായ വലിപ്പമുള്ള ഒരു അസ്ഥികൂടമാണ് അവർക്കവിടെ കാണാൻ സാധിച്ചത്. അതിന്റെ തലയോടിന് ഒരു കുരങ്ങിന്റെ തലയോടിന്റെ ആകൃതി ഉണ്ടായിരുന്നു. എന്നാൽ താടിയല് മനുഷ്യൻ്റേതുപോലെയാണ്. അതുപോലെ പല്ലുകളും മനുഷ്യന്റെ പല്ലുകൾ പോലെയായിരുന്നു. പൂർണ്ണമായും ഈ അസ്ഥികൂടത്തിന് മനുഷ്യന്റെ അസ്ഥികൂടവുമായി സാമ്യം ധാരാളമുണ്ട്. എന്നാൽ വലിപ്പത്തിൽ വളരെ വ്യത്യാസമുണ്ട് താനും. ഇത് ജീർണിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല. മാർക്ക് അതിനടുത്തായി കുനിഞ്ഞിരുന്നു. അദ്ദേഹം തലയോട് കയ്യിലെടുത്ത് പരിശോധിച്ചു. ഇതാ നോക്കൂ, ഇതിന്റെ കാതിന്റെ പിന്നിൽ വെടിയുണ്ട ഏറ്റിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. അതെ, ശരിയാണ്, അങ്ങനെയാണ് ഇത് ചത്തുപോയത്. ഇതാ അതിന്റെ കയ്യിലൊരു മോതിരം. മാർക്ക് അതെടുത്തു. ഇതെന്താണത്? ഇരുവരും അത്ഭുതപ്പെട്ടുപോയി. അസാമാന്യമായ അസ്ഥികൂടത്തിന്റെ കൈ വിരലിലെ അസ്ഥിയിൽ കാണപ്പെട്ട ആ മോതിരം അവരെ ചിന്താകുലരാക്കി. ഇതെങ്ങനെ സംഭവിച്ചു? അവർക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആ മോതിരത്തിൽ 6 എന്നൊരു അക്ഷരമുണ്ടായിരുന്നു. ഇത് മനുഷ്യന്റെ അസ്ഥികൂടമാണ്, പക്ഷെ ഇതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പ്രൊഫസർ അഭിപ്രായപ്പെട്ടു. അടുത്ത മുറിയുടെ വാതിൽ അവർ തുറന്നു. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടക്ക. എലിസബത്താണോ? മാർസിൻ സംശയിച്ചു. അങ്ങനെയാണെങ്കിൽ അവൾ നാം ഇവിടെ വന്നയുടൻ വരുമായിരുന്നല്ലോ, പ്രൊഫസർ പറഞ്ഞു. നാം ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഈ കെട്ടിടങ്ങൾ വളരെ വലുതാണ്. ഇതിന്റെ ഉള്ളിൽ ധാരാളം രഹസ്യമാർഗങ്ങൾ ഉണ്ടെന്നുള്ളത് തീർച്ച. ചിലപ്പോൾ അവൾ ആരുടെയെങ്കിലും തടങ്കലിലാണെങ്കിലോ, മാർക്ക് അഭിപ്രായപ്പെട്ടു. ഇനി നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പ്രൊഫസർ ചുവരിൽ നിന്ന് ഒരു തലയോട് എടുത്തുകൊണ്ട് പറഞ്ഞു. ഇതാ നോക്കൂ. അദ്ദേഹം അത് മാർക്കിന്റെ കയ്യിൽ കൊടുത്തു. മാർക്ക് അത് പരിശോധിച്ചു. അതിനകത്ത് ഒരു റേഡിയോ ട്രാൻസ്മീറ്റർ ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചതൊക്കെ ആരോ അറിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായി. അതുകൊണ്ട് ഇനി അവിടെ നിന്നാൽ അപകടം തീർച്ചയാണെന്ന് ഉറപ്പായി. മാർക്കും പ്രൊഫസറും വളരെ വേഗം അവിടെ നിന്നിറങ്ങി. പകുതി ജീവനായി കിടന്നിരുന്ന ആ മനുഷ്യനെ പ്രൊഫസറും മാർക്കും കൂടി എടുത്തു. അവർ കോട്ടയുടെ പുറത്തു വന്നു. സൂര്യന്റെ ചൂട് അല്പം ശമിച്ചിരുന്നു. മരുഭൂമിയിൽ കൂടി അതിവേഗം നടന്നു. മണൽക്കുന്നും കഴിഞ്ഞ് അവർ ഗുഹയിൽ എത്തിച്ചേർന്നു. ഗുഹയിലുള്ളവർ മാർക്കും പ്രൊഫസറും വരുന്നത് കണ്ടു. അബോധാവസ്ഥയിലായിരുന്ന ആ മനുഷ്യനെ അവർ ഗുഹയ്ക്കുള്ളിൽ കിടത്തി. പ്രൊഫസർ പല വിദ്യകളും നോക്കിയിട്ടും അയാൾ സംസാരിച്ചില്ല. എലിസബത്ത് വരട്ടെ, ഇല്ലെങ്കിൽ ഇയാളെ ഡോക്ടർ ജോൺസണ് കാണിക്കാം, മാർക്ക് പറഞ്ഞു. സന്ധ്യയായി. അതുവരെ ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചില്ല. മണി 10 കഴിഞ്ഞു. മൂപ്പൻ വന്നു ചേർന്നു. അയാളുടെ കയ്യിൽ ഒരു വില്ലും 10 അമ്പുകളും ഉണ്ടായിരുന്നു. ഒരു ചെറിയ തുകൽ സഞ്ചിയും അയാൾ തോളിൽ തൂക്കിയിട്ടിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് അവർ പാറക്കെട്ടിന്റെ അടുത്തേക്ക് പോയി. പ്രൊഫസറും കൂടെ ഉണ്ടായിരുന്നു. അതാ അവൻ വരുന്നു. മാർക്ക് കൈ ചൂണ്ടി. ആ ജന്തു സാവധാനം അവരുടെ നേർക്ക് വരികയായിരുന്നു. ഒരു കാര്യം ചെയ്യാമോ? ഒരു തീ കാണിച്ചാൽ അവൻ അങ്ങോട്ട് തിരിഞ്ഞേനെ. അപ്പോൾ ഞാൻ അമ്പ് ചെയ്യാം. അത് പിഴച്ചാൽ നാം പിന്നീട് കാണുകയില്ല, വൃദ്ധം ഓർമ്മിപ്പിച്ചു. ആ ജന്തു അടുത്തു വന്നപ്പോൾ മാർക്ക് തന്റെ ടോർച്ച് കത്തിച്ച് മുന്നോട്ട് വലിച്ചെറിഞ്ഞു. അത് താഴെ വീണ് കത്തിക്കൊണ്ടിരുന്നു. അതിന്റെ വേഗത വർദ്ധിച്ചു. ലൈറ്റിന്റെ അടുത്തെത്തിയപ്പോൾ അത് നിന്നു. സാവധാനം കുനിഞ്ഞു. അപ്പോഴേക്കും മൂപ്പന്റെ വില്ലിൽ നിന്നും അമ്പു തെറിച്ചു. ആ ജന്തുവിന്റെ കാതിൽ അമ്പു തറച്ചു. ഒരു ഭയങ്കരമായ അലർച്ച അവിടെ മുഴങ്ങി. അത് ഏറ്റതോടെ ആ ജന്തു മണൽ കുന്നിന്റെ അടുത്തേക്ക് പാഞ്ഞുപോയി. മണൽ പിന്നിലേക്ക് പാറിപ്പറന്നു വന്നു. മതമിളകിയ ആന കൊമ്പുകൾ കൊണ്ട് വൃക്ഷങ്ങൾ കുത്തിമറിക്കുന്ന പോലെയാണ് അത് ചെയ്തത്. ആ ഹെലികോപ്റ്റർ അത് വലിച്ചു പുറത്തിട്ടു. വരൂ, മാർക്ക് മൂപ്പനെ വിളിച്ചു. അവർ കോട്ടയുടെ നേർക്കോടി. പ്രൊഫസറും അവരെ അനുഗമിച്ചു. അവർ കോട്ടയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ അതേ തരത്തിലുള്ള 2 ജന്തുക്കൾ നിൽക്കുന്നത് കണ്ടു. മൂപ്പൻ വീണ്ടും അമ്പെയ്തു. അതിലൊന്നിന് അമ്പേറ്റു. അത് വേഗം മരുഭൂമിയിൽ കൂടി ഓടി. അടുത്തതിനും കൊണ്ടു അമ്പ്. അത് ആ കെട്ടിടത്തിലേക്ക് ഓടുകയാണ് ചെയ്തത്. പെട്ടെന്ന് മുമ്പിൽ ഒരു ശബ്ദം കേട്ടു. ആരും അനങ്ങരുത്. യന്ത്രത്തോക്ക് ധരിച്ച് ഒരാൾ നിൽക്കുന്നു. നിങ്ങൾ മരിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ഒരാളെ കൊണ്ട് 7 പേരുടെ ജോലി എനിക്ക് ചെയ്യിക്കാൻ കഴിയും. വെറും 1 മാസത്തെ പ്രയത്നം കൊണ്ട് നിങ്ങൾ രാക്ഷസന്മാരാകും. നിങ്ങളെ കൊണ്ട് ആ മല വരെ ഞാൻ പിഴുതു മുറിപ്പിച്ചിടും, അയാൾ പറഞ്ഞു. നിങ്ങൾ ആരാണ്? മാർക്ക് ചോദിച്ചു. എന്നാൽ കേട്ടോളൂ. ചില നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും കേൾക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ പറയാം. മനുഷ്യർക്ക് അപാരമായ ശക്തി നൽകുകയാണ് എൻ്റെ ജോലി. ഇനി നിങ്ങളെയും അതുപോലെ ഞാൻ ആക്കി തീർക്കും. നടക്കൂ. അയാൾ തന്റെ യന്ത്രത്തോക്ക് മുകളിലേക്ക് ഉയർത്തി കാഞ്ചിയമർത്തി. നടക്ക്, അയാൾ പറഞ്ഞു. അയാളെ അനുസരിക്കാതെ അവർക്ക് നിവൃത്തിയില്ല. അയാൾ നയിച്ച വഴിയിൽ കൂടി അവർ നടന്നു. ഒരു തുരങ്കത്തിൽ കൂടി നടന്ന് അവരൊരു മുറിയിൽ പ്രവേശിച്ചു. അത് വലിയൊരു പരീക്ഷണശാലയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു മേശപ്പുറത്ത് ഒരാൾ നിശ്ചലനായി കിടന്നിരുന്നു. അടുത്തടുത്തായി 2 മേശകൾ കൂടി കിടക്കുന്നു. അതിൽ കയറി കിടക്ക്, അയാൾ അലറി. മാർക്കും പ്രൊഫസറും അയാളെ അനുസരിച്ചു. മൂപ്പൻ നിശബ്ദനായി നിന്നു. ഇവിടെ വരൂ, അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് എലിസബത്ത് അങ്ങോട്ട് കടന്നു വന്നത്. ഇവർക്ക് ഓരോരുത്തർക്കും ഇഞ്ചക്ഷൻ നൽകൂ, അയാൾ ആവശ്യപ്പെട്ടു. എലിസബത്ത് അത് അനുസരിച്ചു. അവൾ പ്രൊഫസറുടെ അടുത്ത് വന്നു. ഇഞ്ചക്ഷൻ സൂചി അവൾ കൈത്തണ്ടയിൽ താഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൾ മാർക്കിനെ നോക്കി. അയാളുടെ യന്ത്രത്തോക്ക് അവളെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. അടുത്ത നിമിഷം മാർക്കിന്റെ കാൽ പ്രവർത്തിച്ചു.
അടുത്തു നിന്ന് എലിസബത്തിന്റെ കയ്യിൽ നിന്നും സിറിഞ്ച് തെറിച്ച് അത് അയാളുടെ തോളിൽ വന്ന് പതിച്ചു. അയാളുടെ കയ്യിൽ നിന്നും തോക്ക് താഴെ വീണു. മാർക്ക് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ആ സിറിഞ്ചിലുള്ള ദ്രാവകം അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഭയപ്പെടേണ്ട, എലിസബത്ത് പറഞ്ഞു. അയാൾ ചലനമറ്റിരുന്നു. എന്താണിത്? മാർക്ക് ചോദിച്ചു. അത് വലിയൊരു കഥയാണ്. എന്നെ ആ ഭീകരസ്വത്വം എടുത്തുകൊണ്ട് ഇവിടെയാണ് വന്നത്. സംസാരത്തിൽ ഞാൻ ഒരു ശാസ്ത്രജ്ഞയാണെന്ന് അയാൾ മനസ്സിലാക്കി. 1-2 ദിവസം ഞാൻ അയാളെ പരീക്ഷണങ്ങളിൽ സഹായിച്ചു പോന്നു. പിന്നീടാണ് എനിക്ക് രഹസ്യങ്ങൾ പിടികിട്ടി തുടങ്ങിയത്, എലിസബത്ത് തുടർന്നു. ഒട്ടാങ്ങിന്റെ ജീൻ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് ഇയാൾ ചെയ്യുക. ക്രമേണ മനുഷ്യ ശരീരത്തിന്റെ ആകൃതി മാറി മാറി ഒരു ഭീകര ജന്തുവായി തീരുന്നു. 10 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ അയാളുടെ സുഹൃത്തിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. അയാൾ മരിച്ചുപോയി. അതിനുശേഷം ആദിവാസിയിൽ പരീക്ഷണം നടത്തി വിജയിച്ചു. ഇപ്പോൾ ആ പരീക്ഷണം തുടർന്നു വരികയാണ്. പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട ശരീരങ്ങൾ കത്തിച്ചു കളയും. രാത്രികാലങ്ങളിൽ ഇവിടെ നിന്നും തീ ഉയരുന്നതിന്റെ കാര്യമതാണ്. അവർ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ ആകൃതിക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നു. വരൂ, എലിസബത്ത് പറഞ്ഞു. അവർ കോട്ടയിൽ നിന്നും പുറത്തു കടന്നു. ഹെലികോപ്റ്റർ ആ ജന്തു വലിച്ചു പുറത്തേക്കിട്ടിരുന്നു. അതിനടുത്തായി ആ ജന്തു ചത്തു കിടന്നിരുന്നു. അടുത്ത ദിവസം രാവിലെ അവർ ഹെലികോപ്റ്റർ പരിശോധിച്ചു. അതിന് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. മൂപ്പന് നന്ദി പറഞ്ഞ ശേഷം ഇനിയും വരാമെന്ന് ഉറപ്പു നൽകി അവർ ഹെലികോപ്റ്ററിൽ കയറി. അവരെയും വഹിച്ചുകൊണ്ട് ആ ഹെലികോപ്റ്റർ ഉയരുന്നത് മൂപ്പൻ നോക്കി നിന്നു. അങ്ങനെ അവരൊരുവിധം രക്ഷപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കഥ? ഒരു പ്രത്യേക കഥയായിരുന്നല്ലേ? എനിക്കൊരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട പോലെയാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും വായിച്ചപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ. പുതിയ കഥ വരുന്നത് വരെ കാത്തിരിക്കുക.